നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ഷോൺ ജോർജ് ഒരു വെടി പൊട്ടിച്ചിരിക്കുകയാണ്. കത്തോലിക്ക സഭയും അതിൻ്റെ മുഖപത്രമായ ദീപികയും തങ്ങൾക്കെതിരെ നിൽക്കുന്നു എന്നാണ് ഷോണിൻ്റെ നിലപാട്. അവർക്കെതിരെ ഒരു താക്കീത് ഷോൺ നൽകുന്നു. ഞങ്ങളെ വേണ്ടെങ്കിൽ ഞങ്ങൾക്കും നിങ്ങളെ വേണ്ട. തെരഞ്ഞെടുപ്പ് കാലത്ത് ദീപിക പത്രം BJPക്കെതിരെ നിലപാട് സ്വീകരിച്ചു എന്നാണ് ആരോപണം. സഭയുടെ എല്ലാ പ്രതിസന്ധികളിലും BJPയും അതിൻ്റെ നേതൃത്വവും ഒപ്പമുണ്ടായിരുന്നു. അങ്ങനെ അവകാശപ്പെടുന്നു ഷോൺ ജോർജ്. എന്നാൽ സഭയിൽ നിന്ന് ഒരു പിന്തുണയും ലഭിക്കാത്തത് എന്തുകൊണ്ട്? ആ ചോദ്യമാണ് ഷോൺ ഉയർത്തുന്നത്. കൂടുതൽ കടുത്ത ഭാഷയിൽ അഭിപ്രായ പ്രകടനവുമായി PC ജോർജും രംഗത്തെത്തി. സഭയുടെ ആശങ്കകൾ സമൂഹത്തിൻ്റെ പൊതുവായ ആശങ്കകളാണ് എന്ന് ജോസ് കെ മാണി ഇതിന് മറുപടി പറയുന്നു. സഭയെ സമ്മർദ്ദത്തിലാക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇത് എന്ന ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. ജോസ് കെ മാണിയുടെ വാദം ശരിയാണ്? അതോ ഷോൺ ജോർജ് ഉന്നയിക്കുന്ന വിമർശനമാണോ ശരി? പറഞ്ഞത് BJP പ്രവർത്തകരുടെ ഉള്ളിലുള്ള യഥാർത്ഥ വികാരമാണോ? സഭയുടെ നിലപാട് BJP വിരുദ്ധമാണോ? BJPയോടുള്ള സഭയുടെ സമീപനം പുനഃപരിശോധിക്കേണ്ടതാണോ? ഇതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ഷോൺ ജോർജ് നടത്തിയ കടുത്ത ഒരു ആരോപണത്തിന് പുറകിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ PC ജോർജും സമാനമായ രീതിയിൽ തന്നെ ഒരു ആക്ഷേപവുമായി രംഗത്ത് വന്നു. എന്നോടൊപ്പം പ്രേമൻ ചേരുന്നുണ്ട്. ശ്രീ പ്രേമൻ, ഈ ഷോൺ ജോർജിന്റെ ആരോപണത്തെ എങ്ങനെയാണ് ശ്രീ പ്രേമൻ നോക്കിക്കാണുന്നത്? ഞാൻ എന്താ വിഷയം എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഓക്കെ, ബാലകൃഷ്ണൻ വടകര. ശ്രീ ബാലകൃഷ്ണൻ വടകര, ഷോൺ ജോർജ് ഇന്ന് ഉന്നയിച്ച ആരോപണം BJP പ്രവർത്തകരുടെ ഉള്ളിലുള്ള വികാരമാണോ? സാർ നമസ്കാരം. നമസ്കാരം. BJP പ്രവർത്തകർക്കുള്ളിലുള്ള വികാരം അവിടെ നിൽക്കട്ടെ സാർ. ഈ സഭയുമായിട്ടുള്ള ബന്ധം BJP പരിശോധിക്കണം സാർ. കാരണം അവർക്കൊന്നും എത്ര ഗുണം ചെയ്താലും അവരൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഒരു ആഹ്വാനം ഉണ്ടായാലും വോട്ട് ചെയ്യില്ല. ഷോൺ ജോർജിന്റെ വികാരം കറക്റ്റാണ്. അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉള്ളിൽ കയറി ഇറങ്ങി ഭാരതീയ ജനതാ പാർട്ടിയെ പറ്റി മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് ആത്മാർത്ഥ നിലപാട് സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് വളരെ രോഷം ഉണ്ടാവും. ഈ സഭയുമായുള്ള നിലപാട് ഭാരതീയ ജനതാ പാർട്ടി സംഘപരിവാർ വളരെ പരിശോധിക്കണം. കാരണം ഇവരാരെങ്കിലും പറയുന്നത് കേട്ട് അതിന് ഇംഗിതരാകുന്ന ഒരു നിലപാടാണ് അവർക്ക് എപ്പോഴും ഉള്ളത്. അപ്പൊ സഭയുമായിട്ട് നിലപാട് പരിശോധിച്ചേ പറ്റൂ. അവരുടെ വോട്ടും പിന്നെ നമുക്ക് വേണ്ടെന്ന് തന്നെ വെക്കണം. അതാണ് ചെയ്യേണ്ടത് ഭാരതീയ ജനതാ പാർട്ടി. അത് പബ്ലിക്കായിട്ട് പറയണം. ഈ ഷോൺ ജോർജിനെ പോലെ ഉള്ള നേതാക്കന്മാരെ കൊണ്ട് ധൈര്യത്തോടെ പറയിപ്പിക്കണം. അതാണ് ഇപ്പോൾ വേണ്ടത്. അപ്പൊ ഒരു BJP പ്രവർത്തകരുടെ മനസ്സിനകത്തുണ്ടായിരുന്ന വികാരമാണ് ഷോൺ ജോർജ് പുറത്തുവിട്ടത്. റൈറ്റ്, 100% ഷോൺ ജോർജിന്റെ കൂടെ ഉണ്ടാവും. പിന്നെ KM മാണിയുടെ മകൻ പറയുന്ന പോലെയോ അപ്പ കാണുന്ന അപ്പം വിളിക്കുന്ന പോളിസിയും ഷോൺ ജോർജിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പം ബബ്ബ എന്ന് പറയേണ്ടതാണ്. മനസ്സിലായോ സാർ? അദ്ദേഹം ബബ്ബ അല്ല പറഞ്ഞത്, കട്ട മറുപടിയാണ് പറഞ്ഞത്, ചുട്ട മറുപടി. ഓക്കെ, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം ശ്രീ ദിവാകരൻ കൂടി തലശ്ശേരിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ദിവാകരൻ, ഈ ഞങ്ങളെ വേണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ വഴി എന്നാണോ ഷോൺ ജോർജ് ഉദ്ദേശിക്കുന്നത്? ഏതായാലും PC ജോർജിന്റെ മോനല്ലേ, ആനക്കോടം പാലിയാൽ തിരുപ്പാലം മുതൽ അതേ റൂട്ടിൽ തന്നെയല്ലേ. സൂചി പോകുന്നടിക്കല്ലേ നൂല് പോകുന്നടിക്കല്ലേ, സൂചിന്റെ ഓട്ടയിലേക്ക് കൂടിയല്ലേ നൂല് പോവുക. പിന്നെ അയാള് എന്തെല്ലാം വർത്താനം പറഞ്ഞു. അയാള് റെസ്പെക്ട് ഡിസിപ്ലിൻ കീപ്പ് ചെയ്തിട്ട് വർത്താനം പറയും. ഒരു സഭയില് അവര് ദൈവികമായിട്ട് നിൽക്കുന്ന കൂട്ടരുണ്ട്, അവരെ അധിക്ഷേപിച്ചിട്ട് എന്തെല്ലാം പറയുന്നു. അതുമല്ല മോനും അത് തൽക്കാലം ഇപ്പൊ ഒരു ഇതിന് അച്ഛനും ഒന്ന് ഇതാക്കിയിട്ട് പറഞ്ഞതാ. ശരി, വ്യക്തമാണ്. അപ്പൊ കുഞ്ഞാമത് കൂടിയുണ്ട്. ശ്രീ കുഞ്ഞാമത്. ഓക്കെ, കുഞ്ഞാമതിൻ്റെ ടെലിഫോണിൽ എന്തോ ഒരു തകരാറ് സംഭവിച്ചു. പ്രസന്നൻ എന്നോടൊപ്പം മാളയിൽ നിന്ന് ചേരുകയാണ്. ശ്രീ പ്രസന്നൻ,
ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഒരു സമുദായ അംഗം എന്ന നിലയിൽ PC ജോർജും ഷോൺ ജോർജും സഭയുടെ പിന്തുണ തങ്ങൾക്കൊക്കെ തുല്യമായി കിട്ടും എന്ന് പ്രതീക്ഷിച്ച് കാണും. പക്ഷേ ഇവിടെ ഒറ്റ തിരിഞ്ഞൊരു ആക്രമണം തങ്ങൾക്ക് നേരെ ഉണ്ടായി എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാ ഘട്ടങ്ങളിലും സഹായിച്ചു, പക്ഷേ അത് തിരിച്ച് ആ സഹായം കിട്ടുന്നില്ല എന്ന ആശങ്കയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. ഈ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഒരു അടുത്തിടെ ഈ അഭിപ്രായ വ്യത്യാസം രൂപപ്പെട്ടത്. ഈ വിദേശ ഫണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് സ്വീകരിക്കുന്നവരിൽ വളരെ ചെറിയ ന്യൂനപക്ഷമാണ് ക്രിസ്ത്യൻ സമുദായങ്ങൾ. കാരണം അവര് ജനസംഖ്യയിൽ ന്യൂനപക്ഷമായ എന്റെ പേരിൽ പ്രത്യേകിച്ചും, അതായത് ഭൂരിപക്ഷ സമുദായങ്ങളെയും മറ്റുള്ള ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിങ്ങളായിക്കോട്ടെ, സിഖ് ആയിക്കോട്ടെ, മറ്റ് സംഘടനകൾ പോലും വിദേശത്ത് നിന്ന് ധാരാളം സഹായങ്ങൾ വരുന്നുണ്ട്. അതിന്റെ മൊത്തം ഒരു മേൽനോട്ടം മാത്രം വേണ്ടെന്ന കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കണക്ക് വേണം, കൃത്യമായ കണക്ക് വേണം. വിദേശ ഫണ്ട് അതല്ല ഞാൻ ചോദിക്കുന്നത്, ഈ സഭ ഇവരെ പിന്തുണയ്ക്കുന്നില്ലേ? അല്ല, അതാണ് മെയിൻ വിഷയം ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ആ വിഷയത്തില് BJP ആയാലും ആരായാലും ഒരു നിലപാട്, ഇങ്ങനെ ഒരു നിയമം വരുമ്പോ അതിനെ നമുക്ക് അനുകൂലിക്കേണ്ടതായിട്ട് വരും. കാരണം ഒരു പരിധി വരെ, അതായത് ഇത് പൈസ അനധികൃതമായിട്ട് വിദേശത്ത് വരുന്നു, നമ്മുടെ നാട്ടിൽ അനധികൃതമായിട്ട് ചെലവാക്കുന്നു എന്നുള്ള ഒരു വിഷയമുണ്ട്. അപ്പൊ ആ വിഷയം പാർലമെന്റിൽ നിയമം വരാൻ പോകുന്നു, മാറ്റിവെച്ചു, നിയമം വരാൻ പോകുന്നു. അത് ആയിക്കോട്ടെ, നിയമം വരാതിരിക്കട്ടെ. PC ജോർജിന്റെ ഷോൺ ജോർജിന്റെ നിലപാട് അങ്ങ് അതിനോട് യോജിക്കുന്നോ ഇല്ലയോ? സഭയെ ഞങ്ങൾക്കും വേണ്ട. അല്ല, അതിപ്പോ ഒരു പരിധി വരെ അത് ഏത് അർത്ഥത്തിൽ ഏത് സാഹചര്യത്തിലെ പറഞ്ഞെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതെന്തായാലും നിലപാട് സമവായത്തിൽ കൂടെ പോകുന്നതാണ് നല്ലത്. ആരായാലും, സഭയായാലും വ്യക്തികളായാലും സമവായത്തിൽ കൂടെ പോകുന്നതാണ് ഇരുകൂട്ടർക്കും നല്ലത്. വ്യക്തമാണ്, അഭിപ്രായം വ്യക്തമാണ്. അപ്പൊ ദിവാകരൻ എന്നോടൊപ്പം ചേരുന്നത് മലപ്പുറത്തു നിന്നാണ്. ശ്രീ ദിവാകരൻ, മലപ്പുറത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഓക്കെ, പ്രദീപ് ഇടുക്കിയിൽ നിന്ന്. പ്രദീപ്. PC ജോർജ് പണ്ട് ജയിച്ചുകൊണ്ടിരുന്ന BJPക്കാരുടെ വോട്ട് കൂടെ ജയിച്ചിരുന്നത്. പിന്നെ സഭയൊന്നും BJPക്കാർക്ക് വോട്ടും ചെയ്യില്ലെന്ന്. അവര് വേറെ മൂഡ് അവർക്ക്. അത് കേരള കോൺഗ്രസിനെ അവർ വോട്ട് ചെയ്തു. എന്ത് സഹായം ചെയ്താലും അവര് മുസ്ലിംസിന്റെ കൂട്ടം വരും. അത് പറഞ്ഞാൽ മറ്റവർക്ക് വോട്ട് ചെയ്തു. BJPക്കാർ ഒരിക്കലും വോട്ട് ചെയ്യില്ല. അവര് സത്യക്രിസ്ത്യാനികളാണ് അവര് പറഞ്ഞത്. അപ്പൊ അവര് വോട്ട് ചെയ്യുമോ? ശരി, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ നമ്മളോടൊപ്പം ശശിധരൻ പിള്ള ചേർന്നിട്ടുണ്ട്. എന്നോട് വോട്ട് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നു. സഭയാണോ പാർട്ടിയുടെ അടുത്തേക്ക് വന്നത്, അത് മാറ്റി സഭയുടെ അടുത്തേക്ക് എന്നതാണ് ശരി എന്ന് ശശിധരൻ പിള്ള പറയുന്നു. ഗോളാന്തര എന്നോട് നമസ്കാരം എന്ന് പറയുന്നുണ്ട്. ഗുഡ് ഈവനിങ് എന്ന് ശശിധരൻ പിള്ള പറയുന്നുണ്ട്. അപർണ, ഇത് നേരിട്ട് സഭയ്ക്കെതിരെ ആക്രമണമല്ല, എന്നാൽ അസന്തോഷവും പ്രതിഷേധവും പ്രകടിപ്പിക്കുന്ന ഒരു സിഗ്നലാണ്. അവഗണിച്ചാൽ ഇത് ഭാവിയിൽ കൂടുതൽ ശക്തമായ പ്രതികരണങ്ങളിലേക്ക് മാറും എന്നാണ് അപർണ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗോളാന്തരമുണ്ട്. 2.5% മാത്രം ഇന്ത്യയിൽ ജനസംഖ്യയുള്ള ക്രിസ്ത്യാനികൾ വിചാരിച്ചാൽ എന്താണ് BJP സർക്കാരിനെതിരെ ചെയ്യാൻ പറ്റുന്നത്? അപ്പോഴും BJP ക്രിസ്ത്യാനികളെ സംരക്ഷിച്ചു തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറയുന്നു. മുരുകാനന്ദ രാമകൃഷ്ണൻ എന്നോട് പറയുന്നു PC ജോർജിന് നമസ്കാരം എന്നാണോ പറയുന്നത് എന്ന് എനിക്കറിയില്ല. ഒരു കൈ കൂപ്പുകയാണ്ടിരിക്കും. അപ്പോൾ നല്ല നമസ്കാരം എന്നായിരുന്നോ അതോ ഇനി നമസ്കാരം എന്നാണോ എന്ന് എനിക്കറിയില്ല. കിഷോർ കോന്നി എന്നോടൊപ്പം ചേരുന്നുണ്ട്. സതി ബാബുരാജും ചേർന്നിട്ടുണ്ട്. എന്നോട് പറയുന്നു നമസ്കാരം. മനു, FCRA ഈസ് സെയിം ഫോർ ഓൾ കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻസ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഫോർ BJP എന്ന് പറയുന്നു. ഓക്കെ, ബ്ലൈറ്റി ഡേയ്സ് എന്നോടൊപ്പം ലണ്ടനിൽ നിന്ന് ചേരുന്നുണ്ട്. ജോസഫ് എന്നോടൊപ്പം കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ജോസഫ്. ശ്രീ ജോസഫ്, ഇത് പൊതുവേ ഉള്ളൊരു ആശങ്കയാണോ BJP പ്രവർത്തകർ പറയാൻ മടിച്ച് നിന്ന കാര്യം ഒടുവിൽ PC ജോർജും ഷോൺ ജോർജും പറയുകയാണോ? സാർ, ഇത് ഓൾറെഡി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJPയിൽ എല്ലാ ക്രിസ്ത്യൻസും പെടുന്നില്ല. അതാണ് ഒന്നാമത്തെ സത്യം. പിന്നെ സഭ പറയുന്നുണ്ടെങ്കിൽ സഭയ്ക്ക് സഭയുടേതായ തീരുമാനമുണ്ട്. ക്രിസ്ത്യൻസ് ഞങ്ങള് സമൂഹത്തിന് ഞങ്ങളുടേതായ തീരുമാനമുണ്ട്. അതായത് സഭ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. അത് എന്ത് ചിന്താഗതിയാണ് BJPയുടെ? ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വ്യക്തി സ്വാതന്ത്ര്യമില്ലേ? ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ BJP അതാ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞുകൊണ്ട്, എല്ലാവരും സഭ പറഞ്ഞതുകൊണ്ടോ പള്ളിയിലച്ഛൻ പറഞ്ഞുകൊണ്ടോ ആളുകൾ അങ്ങനെ മെത്രാൻ പറഞ്ഞതുകൊണ്ടോ വോട്ട് ചെയ്യില്ല എന്നാണ് അവരും പറയുന്നത്. പക്ഷെ ആ മെത്രാനും അതുപോലെ സഭയും സഭയോട് ബന്ധപ്പെട്ട പത്രങ്ങളും ഒന്നും തങ്ങളെ അനുകൂലിക്കുന്നില്ല എന്ന ഒരു നിലപാട്. അതിനുള്ള കാരണം നമ്മുടെ കേരളത്തിൽ അവരെടുക്കുന്ന രീതിയും മറ്റ് സ്റ്റേറ്റുകളിൽ അവരെടുക്കുന്ന രീതിയും വ്യത്യാസമാണ്. ഞങ്ങളെല്ലാവരും പത്രവും മറ്റു മാധ്യമങ്ങളും കാണുന്നവരാണ്. ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ മണ്ടന്മാരല്ല. മണിപ്പൂരിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ രൂപങ്ങളും എല്ലാം തകർക്കുകയും ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ കൂടെയാണെന്ന് പറയുകയും ചെയ്യുമ്പോഴത്തേക്കും ഇവരുടെ ഇരട്ടത്താവ് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ബോധവും ബുദ്ധിയുള്ളവരാണ്.
അപ്പൊ ഞങ്ങൾ അതനുസരിച്ച് ഞങ്ങൾ നിലകൊള്ളത്തുള്ളൂ. അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നും അവർക്ക് മറ്റു സ്റ്റേറ്റുകളിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നും ഞങ്ങൾ ജനങ്ങൾക്കറിയാം. അവരിപ്പോൾ വന്ന് ക്രിസ്ത്യാനികളുടെ സംരക്ഷകരായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ കാസ എന്ന് പറഞ്ഞുകൊണ്ട് അത് BJPയുടെ ഒരു സംഘടന തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാം. ഫേസ്ബുക്ക് വഴിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ ക്രിസ്ത്യൻസിന് മനസ്സിലാകുന്നില്ലെന്ന് ഇവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇവരുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. പിന്നെ സഭയ്ക്കെതിരെ ഒരു നിയമം വരുന്നെന്ന് വരുമ്പോഴത്തേക്കും സഭയിലുള്ളവർക്കും സഭയുമായി ബന്ധപ്പെടുന്നവർക്കും ഒരാശങ്ക ഉണ്ടാകും. ആ ആശങ്കയ്ക്ക് അവർ ഓപ്പോസിറ്റ് ആയിട്ട് അവരൊന്നും പറയുന്നില്ല. ആശങ്ക തുറന്നു പറയേണ്ടതാണ്. ആശങ്ക അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ ആശങ്കകളൊക്കെ പങ്കുവെക്കേണ്ട സമയമാണ് തെരഞ്ഞെടുപ്പ്. അത് പങ്കുവെച്ചത് ഒരു സാധാരണ സംഭവമാണ് എന്ന് ശരിയായ രീതിയാണ് എന്നാണ് ശ്രീ ജോസഫിന്റെ നിലപാട്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശങ്ക ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സഭാപിതാക്കന്മാര് അതുമായി ബന്ധപ്പെട്ട് BJPയുടെ അവരുടെ പ്രധാനപ്പെട്ട ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവര് അതിന് തക്കതായ മറുപടി കൊടുക്കുകയുണ്ട്. പക്ഷെ അവർ ആശങ്കകൾ അകറ്റും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കും അതുപോലെ തന്നെ സഭാ മേലധികാരികൾക്കും അവർക്ക് സംശയം ഉണ്ടാവും. ഇവരുടെ ഒരു ഇരട്ടത്താപ്പല്ലേന്ന് അവർക്കൊരു സംശയം ഉണ്ടാവും. അപ്പൊ ഈ പി സി ജോർജ് ആരോപിക്കുന്നത് പോലെ ഒരു UDF അനുകൂല രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടൊന്നുമില്ല അല്ലേ? ഇല്ല, അങ്ങനെയില്ല സാറേ. കാരണം BJPക്ക് അനുകൂലമായിട്ടും ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ട് ക്രിസ്ത്യ സമൂഹത്തിൽ. കാരണം ഓരോരുത്തർക്കും ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ UDFന്റെ കൂടിയോ LDFന്റെ കൂടിയോ അല്ലെങ്കിൽ BJPയുടെ കൂടിയോ അങ്ങനെയല്ല. ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. ഇദ്ദേഹം എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഓരോ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ സഭയിലെ മേലധ്യക്ഷന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരും പോയിട്ട് നാളെ പോയിട്ട് UDFന് വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ LDFന് വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യാനോ ഞങ്ങൾ ശ്രമിക്കുന്നില്ല. പൊതുവായ അവരുടെ ഒരു ബോധത്തിന്റെയും രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ വോട്ട് ചെയ്യുന്നത്. അതെ സാർ, ഓരോ ക്രിസ്ത്യാനി ആയിക്കോട്ടെ മറ്റു മതസ്ഥരായിക്കോട്ടെ അവർക്ക് എല്ലാവർക്കും അവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. അല്ല ഇദ്ദേഹം പറഞ്ഞു അല്ലെ ഇദ്ദേഹത്തിന് വേണ്ടി താല്പര്യമുള്ളവർ പറഞ്ഞു പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യാൻ നിൽക്കുന്നവരല്ല. അത് അദ്ദേഹത്തിന് വെറും തെറ്റിദ്ധാരണയാണ്. ശരി, വ്യക്തമാണ്. അപ്പോൾ ശ്രീ ജോസഫിൻ്റെ പ്രതികരണം കൃത്യവുമാണ്. അപ്പോൾ സഭയുടെയും മത നേതാക്കളും എന്തിനാണ് മറ്റുള്ളവരുടെ മേൽ വോട്ടഭിപ്രായം അടിച്ചേൽപ്പിക്കുന്നത്? വ്യക്തി സ്വാതന്ത്ര്യം മതത്തിൻ്റെ പേരിൽ നിയന്ത്രിക്കുന്ന മെത്രാന്മാർക്ക് ഇതുപോലുള്ള മറുപടി ആവശ്യമാണ് എന്ന് എന്നോട് ഗോപകുമാർ ഭാസ്കരൻ നായർ എന്നോട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ജയ് BJP എന്ന് പറയുക കേട്ടോ. JM വേൾഡ് 3 ചുവന്ന ഹൃദയവും 3 പച്ചഹൃദയവും BJPക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ പതാകയൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൊള്ളാം. അപ്പോൾ വിനയൻ ഇത് നിങ്ങൾക്ക് ഈ ഒരു ID ഉണ്ടാക്കുമ്പോൾ വായിക്കാൻ പറ്റുന്ന തരത്തിൽ ഉള്ള ID ഉണ്ടാക്കും. വിനയൻ എന്നാണെന്ന് എനിക്ക് മനസ്സിലായി, ബാക്കി എനിക്ക് മനസ്സിലായില്ല. ചെക്കിയാട് PSKDKK എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്, എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ക്രിസ്ത്യാനികൾക്ക് നൽകുന്ന പരിഗണനയും പകുതിയെങ്കിലും മുസ്ലിങ്ങളോട് കാണിച്ചാൽ അവരും കൂറ് കാണിക്കും എന്ന് വിനയൻ എന്നോട് പറയുകയാണ്. അപ്പോൾ ക്രിസ്ത്യാനിയെ പിടിക്കുന്നതിനേക്കാൾ നല്ലത് മുസ്ലിങ്ങളെ സഹായിക്കാൻ പോകുന്നതാണെന്ന് പറയും. ഇന്നത്തെ സാമൂഹിക കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിക്കും BJPയുമായി മാത്രമേ ചേർന്ന് പോകാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നു വിനയൻ എന്നോട്. വീണ്ടും പറയുന്നു, മതപരിവർത്തനത്തെ പിന്താങ്ങുന്ന BJPക്ക് ഇത് തന്നെ വേണം എന്ന് പറയുന്നു. ജോസഫ് കോട്ടയം ഉള്ളത് പറഞ്ഞു എന്ന് എന്നോട് ചന്ദ്രൻ കാവിൽപ്പാട് പറയുന്നു. അപ്പോൾ ചന്ദ്രൻ കാവിൽപ്പാട് ജോസഫ് കോട്ടയത്തിന് പിന്തുണ നൽകുന്നുണ്ട്. അപ്പോൾ ജോസഫ് കോട്ടയം താങ്കളെ ചിലരൊക്കെ അനുമോദിക്കുന്നുണ്ട്. അപ്പോൾ സതീഷ് എന്നോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീ സതീഷ്. അതെ, നമസ്കാരം. സതീഷ് തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ശ്രീ സതീഷ്. തിരുവനന്തപുരം കഴക്കൂട്ടം. ആഹാ, അപ്പോൾ നമ്മുടെ അയൽക്കാരനാണ്, അടുത്താണ്. അതെ. ഇത് കേൾക്കുമ്പോൾ ശ്രീ സതീഷിന് എന്ത് തോന്നുന്നു? ഇത് പറയാൻ കുറേ നാൾ വെമ്പി നിന്നൊരു കാര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ പൊട്ടിച്ചു എന്നാണോ, അതോ ഇത് ഒഴിവാക്കാമായിരുന്നു എന്നാണോ? അതെ, അങ്ങനെയല്ല അവര് പറഞ്ഞത്. അവർ രണ്ടുപേരും പറഞ്ഞത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയോളൂ. അവര് സഭയിലെ അധ്യക്ഷന്മാരെ കുറിച്ചിട്ടാ പറഞ്ഞത്, അതായത് സഭയെ കുറിച്ചല്ല പറഞ്ഞത്. അല്ലേ? സഭാ നേതൃത്വത്തെ കുറിച്ചാണ്, മുഖപത്രത്തെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? അതെ, അത്രേ ഉള്ളൂ. അതൊരു സിമ്പിൾ ആണ് കാര്യം. പിന്നെ ഷോൺ എന്ന് പറയുന്ന ആള് അത്ര വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരാള്. SLC 3 തവണ തോറ്റിട്ട് മറ്റേ നേതാവായ ആളല്ല. ഒരു അഭിഭാഷകനാണ്. അപ്പം അദ്ദേഹം പറയുന്ന കാര്യം ശ്രദ്ധിച്ച് നോക്കിയോളൂ. അത് എഡ്യൂക്കേറ്റഡ് ആയിട്ടാണ് പറയുന്നത്. അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പല കാര്യങ്ങളും സത്യത്തിൽ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അത് തെറ്റിദ്ധാരണാജനകമാണ്. പിന്നെ സഭയിലെ അധ്യക്ഷന്മാർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് വോട്ടെങ്കിലും മാറിപ്പോകത്തില്ലേ? അതൊരു സ്വാഭാവികമായിട്ടൊരു ബുദ്ധിയാണ്. അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചു. അതിനെന്താ പ്രശ്നമുള്ളത്? പിന്നെ സഭയിലെ അധ്യക്ഷന്മാര് ഇപ്പൊ ഈ പറഞ്ഞവർ ആരെങ്കിലും തിരിച്ചൊന്ന് പറയട്ടെ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പ്രശ്നം തീർന്നു. അപ്പൊ ഇത് അദ്ദേഹം പറഞ്ഞതിൽ തെറ്റില്ല എന്ന് മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞാൽ അല്ലേ സതീഷ്? 100% പറഞ്ഞത് സത്യമാണ്. പക്ഷേ കേരളത്തിൽ പറയുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും നോക്കി പറയണം എന്ന് പറയുന്ന ഈ പ്രിയ സത്യം അപ്രിയം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പൊ ഇതൊരു അപ്രിയ സത്യമായി പോയോ?
അതാണ് പ്രശ്നം. പിടിക്കാത്ത സത്യമായതുകൊണ്ടാ. ശരി, അപ്പോൾ ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ സതീഷ് കൂടി എന്നോടൊപ്പം ചേർന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് അവിടെ തെരഞ്ഞെടുപ്പൊക്കെ? ഇന്നലെ ഗംഭീരമായോ? ഇവിടെ പിന്നെ ആയ പ്രശ്നങ്ങളാണോ? സംഘർഷഭരിതമായോ? ഇവിടെ UDF-ന്റെ ആരും പ്രവർത്തിക്കാനൊന്നും ഇറങ്ങിയില്ലല്ലേ. നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കാര്യമല്ലേ. ഇവിടെ UDF-ന്റെ അവർക്ക് ആർക്കും ഈ സ്ഥാനാർത്ഥിയെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അപ്പുറത്തുനിന്ന് വന്നല്ലേ. അതിന് ഞാൻ അവരുമായിട്ടൊക്കെ ഒരുപാട് പേരെടുത്തൊക്കെ കളിയാക്കി സംസാരിച്ച്, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവര് മരിച്ചെന്ന് പ്രവർത്തിക്കുന്ന നമ്മൾ കണ്ടതാണ്. ഇപ്പൊ അവരില്ലല്ല. അവർക്ക് ആർക്കും സ്വാഭാവിക, അതായത് എനിക്കായാലും താങ്കൾക്കായാലും ഉണ്ടാവുന്ന ഒരു ഇത് തന്നെയാണ് ഉണ്ടായത്. കാര്യം പെട്ടെന്ന് ഒരാൾ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നത്, ഉടനെ തന്നെ അവനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കണ്. അപ്പൊ ഇത്രയും കാലം രാഷ്ട്രീയ അടവ് നയമല്ലേ, അവിടെ നിന്ന് കുറച്ച് വോട്ട് ഭിന്നിച്ചുകൊണ്ട് വരികയാണെങ്കിലോ അതങ്ങനെ എടുത്തോട്ടെ. പക്ഷെ എനിക്ക് വിഷമുണ്ടാവുന്നത് ഞാൻ കാണിക്കണ്ടേ? എന്റെ വിഷമം എനിക്ക് കാണിക്കാമല്ലോ. അതെങ്ങനെയാണ് അവര് കാണിച്ചത്? എന്റെ അടുത്താണ് അവര് ഞാൻ സംസാരിച്ചപ്പോ അവരെന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് ഇവിടെ പറയാൻ പറ്റൂല. അങ്ങനെ ഒരു വേലത്തിന് വലിയ ഈ പയവന്മാര് കാണിച്ചതെന്നാണ് ചോദിച്ചത്. അതാണ് വൃത്തിയുടെ സ്വഭാവം പറഞ്ഞ. പിന്നെ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് വന്നാല് എനിക്കറിയാൻ പാടില്ലാത്ത ഒരു കാര്യം താങ്കൾക്ക് അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം. ഈ BJP-ക്കാർ എന്തിനാണ് ഈ എവരെ പിറക്കി നടക്കുന്നത്? ആവശ്യമില്ലാതെ തൊട്ടതിനും പിടിച്ചതിനും എന്തോ കനഹൻ അവരെ കയ്യിലിരിക്കും പോലെയാണ് എല്ലാ കാര്യത്തിനും ഇവരെ പുറകെ നടക്കുന്ന. പള്ളിയിലും പിന്നെ പാതിരിയിലും എല്ലാം അച്ഛന്മാരെ കയ്യിൽ പിടിച്ച് അവർക്ക് പുറകെ നടക്കുന്നു, കേക്കുമായി വീട്ടിലെത്തുന്നു അല്ലെ? അങ്ങനെ അതാണോ പ്രശ്നം? ഇതെന്ത് നാണം കെട്ട പരിപാടിയാണ്. എന്നിട്ട് അവര് പറഞ്ഞറിയാമോ, അവര് പിന്നെ കോൺഗ്രസിന്റെ പിന്നെ നേതാക്കന്മാര് വന്നപ്പോ പറഞ്ഞാൽ ഞങ്ങളുടെ സഭയിൽപ്പെട്ട ഒരാളിനെ നിങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണം എന്നാണ് പറഞ്ഞത്. അപ്പൊ BJP-യോടെ പോയി ഈ പിറകെ നടന്ന് എല്ലാം കൊടുത്ത BJP-ക്കാരോടെ പോയി ഒരു ചുക്കുമില്ല. അവർക്ക് അപ്പോഴപ്പോഴപ്പോഴ അവരെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ SNDP-യുടെ പിന്നെ പ്രധാനമന്ത്രി മറ്റുള്ള മന്ത്രിമാരെല്ലാം ചെന്ന് വാരി കോരി കൊടുത്ത് പിന്നെ അവിടെ ചെന്നിട്ട് ശിവഗിരി ചെന്നിട്ട് ഉടനെ തന്നെ പിന്നെ രാഹുൽ ഗാന്ധി എന്നപ്പോ പറഞ്ഞതെന്നറിയാമോ? രാഹുൽ ഗാന്ധി എന്നപ്പോഴ് അവിടുത്തെ സ്വാമിമാര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാളിനെ സ്ഥാനാർത്ഥിയും ആക്കണം, ഞങ്ങൾക്ക് പ്രത്യേക പരിഗണന തരണമെന്നാണ് പറഞ്ഞത്. അപ്പൊ BJP ഇതുവരെ വാരിക്കോരി കൊടുത്ത് എവിടെ പോയി? അവർക്കറിയാം കേരളത്തില് ഭരണത്തിൽ വരുന്ന ആൾക്കാരിൽ നിന്ന് മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ രണ്ട് വിഭാഗത്തിനും കിട്ടുമെന്ന് നല്ല ഭംഗിയായിട്ട് അറിയാം. ഈ അടുത്ത കാലത്തൊന്നും BJP കേരളത്തിലെ അധികാരത്തിൽ വരില്ല എന്നും അറിയാം. എന്നിട്ടും പിറകെ നടന്ന് വെറും ഒരു നാണം കെട്ട പരിപാടി. കുറച്ചു കാലം ഇവരെ എടുത്ത് ചവച്ചുവിട്ടേൽ എറിഞ്ഞു നോക്കട്ടെ. അവരിങ്ങോട്ട് വരണം. മാഷ് ഒരു കാര്യം മനസ്സിലാക്കണം, അങ്ങോട്ട് പിന്നെ ചെന്ന് കാല് പിടിച്ച് കൊണ്ടുവരുന്നതിന് ആത്മാർത്ഥ കാണൂല. പക്ഷെ ആത്മാർത്ഥ ഉണ്ടാവണമെങ്കിൽ അവര് ഇങ്ങോട്ട് വരണം. ഇങ്ങോട്ട് വരണമെന്ന് പിന്നെ ഇങ്ങോട്ട് വരുന്നവന് മാത്രമേ ആത്മാർത്ഥ കാണൂ. അതായത് ഞാനൊരു 10-25 കൊല്ലം നല്ലവണ്ണം മദ്യപിക്കുമായിരുന്നു. എന്നിട്ട് എന്റെ അടുത്ത് എന്റെ ബന്ധുക്കളെല്ലാം ഒരുപാട് പേര് എന്നെ ഉപദേശിച്ച് ഞാൻ പോയി പുല്ല് പോലും ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ സ്വയം തീരുമാനിച്ചിരിക്കുന്നത് വേണ്ടെന്ന്. ആ തീരുമാനം ഇന്ന് വരെ മാറിയിട്ടില്ല. 5 കൊല്ലമായി. എനിക്കൊരു അതുപോലെ ആയിരിക്കണം എവരും ഒരു തീരുമാനം എടുക്കണം. ഇനി എവന്റെയൊക്കെ കാല് നക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ വ്യക്തമാണ്. അപ്പൊ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് വ്യക്തമാണ്. അപ്പൊ ജോസഫ് സ്റ്റാലിൻ എന്നോട് പറയുന്നു FCR ഷുഡ് ബി ഇംപ്ലിമെന്റഡ് വെരി ഫാസ്റ്റ് എന്ന് എന്നോട് ജോസഫ് സ്റ്റാലിൻ പറയുന്നു. ദീപിക പത്രം നിരന്തരമായി BJP വിരുദ്ധ ഹിന്ദു വിരുദ്ധതയാണ് എഴുതി വിടുന്നത്. പത്രത്തെ ഹിന്ദിയിൽ നിരോധിക്കും. BJPയെ എതിർക്കുന്ന പത്രങ്ങളൊക്കെ അങ്ങനെ നിരോധിക്കേണ്ട വല്ല കാര്യമുണ്ട്? എൻ്റെ ഗോളാന്തരം ഇത്. ആ പത്രങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളത് പറയട്ടെ, അവരുടെ നിലപാടുകൾ പറയട്ടെ. ചിലരെ അനുകൂലിക്കും, ചിലരെ എതിർക്കും. എല്ലാവരും എന്നെ പാടി പുകഴ്ത്തണം, എൻ്റെ അപദാന കഥകൾ പാടണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനും ചേർന്നൊരു പണിയല്ല. അതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ചേർന്നതല്ല. വിമർശനങ്ങളാണ് ഒരു പാർട്ടിയെ കൂടുതൽ ശക്തമാക്കുന്നത്. അപ്പോൾ അത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയാണെന്ന് മനസ്സിലാകുമ്പോൾ അത് തിരുത്തുക. അല്ലാത്ത വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞു പോവുക. ആത്യന്തികമായി ജനമാണ് രാഷ്ട്രീയത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവരെ വിശ്വാസത്തിലെടുക്കാനുള്ള നടപടികൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഈ നിരോധനം കൊണ്ട് നമുക്ക് ആരെയും തകർക്കാനോ വരുതിക്ക് നിർത്താനോ ഒന്നും കഴിയില്ല. സുനിൽകുമാർ എത്തിയിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നു.
സുജോയ് എന്നോട് പറയുന്നത് UDF പൂഞ്ഞാറിൽ ജയിക്കുമെന്നാണ് കേട്ടോ. അദ്ദേഹം പൂഞ്ഞാറിലെ ഒരു വോട്ടറാണ്. ഒരു നീല ഹൃദയം എനിക്ക് അയച്ചിട്ടുണ്ട്. സുജോയ്, അപ്പോൾ ചുവന്ന നീല ഹൃദയത്തിന് എനിക്ക് നന്ദി. അപ്പോൾ സോജോ ജോയ് ആണ് കേട്ടോ, സുജോയ് അല്ല, സോജോ ജോയ്. അപ്പോൾ സോജോ ജോയ് അവിടെ പിന്നെ പൂഞ്ഞാറിൽ UDF ജയിക്കുമെന്നാണ്. അപ്പോൾ ഞാൻ 4-ാം തീയതി നമുക്കിതൊന്ന് പരിശോധിക്കാം. അപ്പോൾ സോജോ ജോയുടെ പ്രതീക്ഷകൾ വിജയിച്ചെങ്കിൽ അപ്പോൾ എനിക്ക് മുട്ടായൊക്കെ അയച്ചു തരാൻ മറക്കണ്ട. ഗോളാന്തര പറയുന്നത് അപ്പോൾ ഷോൺ പറഞ്ഞത് 100% ശരി എന്നാണ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണ പിള്ള എന്നോട് പറയുന്നത്. ജോണി വിൽഫ്രഡ്, എല്ലാം വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട്, എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നു. ജോണി വിൽഫ്രഡ് ഫ്രം തൈക്കാട്, ഓക്കെ, തിരുവനന്തപുരംകാരനാണ്. ശശിധരൻ സുനിൽകുമാർ ഉണ്ട്. എപ്പിക് ആക്സിനെ ഞാൻ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്നത്. ഒന്ന് എപ്പിക് ആക്സ്. ഇനി വരുന്ന ഇലക്ഷൻ മുതൽ കേരളത്തിൽ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാർ ന്യൂനപക്ഷ പേടിയിൽ ഭൂരിപക്ഷ BJPക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വർഗീയതയാണെന്ന് പറയില്ലേ എന്നാണ് ചോദിക്കുന്നത്. പറയും എന്ന് വെച്ചാൽ പറയുമായിരിക്കും അല്ലേ. ഓക്കെ. അപ്പോൾ PC ജോർജ് ജയിക്കില്ല എന്ന് സോജോ ജോയ് എന്നോട് പറയുന്നു. ജോർജ് കുട്ടി തോമസ് പറയുന്നു PC-യും മകനും കാരണം BJP നാറും എന്നാണ് ജോർജ് കുട്ടി തോമസ് എന്നോട് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ എനിക്ക് സുനിൽ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് പറഞ്ഞതിന് പിന്തുണയൊക്കെ അർപ്പിച്ച് തംസപ്പൊക്കെ ഇട്ട് അദ്ദേഹത്തിനെ അനുമോദിക്കുന്നുണ്ട്. അപ്പോൾ ഷിജുവിനെ കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ടെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. അപ്പോൾ വിച്ച് ഹാർട്ട് ഡു യു ലൈക്ക് മനു, റെഡ്, ഓറഞ്ച് ഓർ ബ്ലൂ എന്ന്. അപ്പോൾ ഷിജു ഇങ്ങനെ എന്നെപ്പറ്റി ഒരു വലിയ ഗവേഷണം നടത്തുകയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏത് ഹാർട്ടാണ് എനിക്കിഷ്ടം എന്നതാണ്. ഈ ചുവന്നത് ഒരു തീവ്രതയുടെ ഒരു കളറാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ചുവപ്പാണ് എനിക്ക് ഇഷ്ടം എന്ന് കരുതി ഞാൻ CPM കാരനാണെന്നൊന്നും പറഞ്ഞേക്കരുത്. എനിക്ക് അങ്ങനെ വലിയ താല്പര്യം CPM-നോട് ഇല്ല. അഭിനവ് ഭായ് എന്നോട് പറയുന്നു BJPക്ക് സഭയുടെ ആവശ്യമില്ല, പക്ഷേ സഭയുടെ കാര്യം അങ്ങനെയല്ല, ഇനി വാലും ചുരുട്ടി പുറകെ വന്നോളും എന്ന് അഭിനവ് അഭി എന്നോട് പറയുന്നു. ബ്ലൈറ്റി ഡൈസ് പറയുന്നു PC-യെ പോലെ ഷോണും BJPക്ക് ഒരു ബാധ്യതയാകുമോ എന്ന് പറയുന്നു. പിന്നെ ജിയോവ എന്തോ പറയുന്നുണ്ട്, ഒരുത്തൻ സംഖ്യയായി കഴിഞ്ഞാൽ ഇതും ഇതിലപ്പുറവും കാണിക്കും എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ കൃഷ്ണൻ പോറ്റി വിളിക്കുന്നത് തലവൂരിൽ നിന്നാണ് അല്ലേ, ശ്രീ കൃഷ്ണൻ പോറ്റി? അദ്ദേഹത്തിന് ടെലിഫോണിൽ എന്തോ സംഭവിച്ചു. ഓക്കെ. ശ്രീ അജയ് കുമാർ കൂടി എന്നോടൊപ്പം ഉണ്ട്. ശ്രീ അജയ് കുമാർ, കേൾക്കാമല്ലോ? യെസ്, കേൾക്കാം. ശ്രീ ഷോൺ ജോർജ്, ഇപ്പോൾ എന്നെ വിളിച്ച കുറച്ച് BJPക്കാരൊക്കെ പറഞ്ഞത് അത് തെറ്റൊന്നുമില്ല, പറയേണ്ടതായിരുന്നു. ഇങ്ങനെ പുറകെ കേക്കും വാങ്ങിച്ച് കരുത്തോലയും പിടിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ ഇങ്ങോട്ട് വരുമ്പോൾ സ്വീകരിക്കാം. ശ്രീ അജയ് കുമാറിന് ആ നിലപാടാണോ? ഞാൻ ആ നിലപാട് അവസാനം പറയാം. ഇപ്പോൾ ഈ വിഷയം ഉണ്ടായത് SCRA ബില്ലുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ ഈ വിഷയം കുറച്ച് ദിവസം കൊണ്ട് സംസാരിച്ചതാണ്. ഏതായാലും രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസമോ 2 ദിവസത്തേക്ക് മുമ്പോ അവിടെ ഒരു പ്രബലമായ സമുദായത്തെ പാർട്ടിയുടെ മുഖ്യധാരയിൽ നിന്നും അകറ്റിവിടത്തക്ക രീതിയിൽ ഒരു തീരുമാനമെടുക്കുമെന്ന് അല്പം ബുദ്ധിയുള്ളവരും വിവരമുള്ളവരും മനസ്സിലാകില്ല. എന്ന് പറയുമ്പോൾ ആ കൊണ്ടുവന്ന നിയമം കൃത്യമായിട്ട് അതിന് മുമ്പേ വന്നിരുന്ന നിയമത്തിന്റെ അനുബന്ധമായിട്ട് 1-2 ക്ലോസുകൾ കൂടി സ്ട്രോങ് ആയിട്ട് ഇൻവോൾവ് ചെയ്യിച്ചു കൊണ്ടുവന്ന ഒരു നിയമമാണ്. ഞാൻ ആ നിയമത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. അത് വിദ്യാസമ്പന്നരായിട്ട് ഉള്ളവരും വായിച്ചാൽ മനസ്സിലാകുന്നവർക്കും എല്ലാം പബ്ലിക് ഡൊമൈനിൽ അത് അവൈലബിൾ ആണ്. അത് അങ്ങനെ ലഭ്യമാകുന്നിരിക്കെ ചില സഭാ പിതാക്കന്മാരെങ്കിലും തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിന്റെ 12-ാം മണിക്കൂറിൽ നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ PC ജോർജിനെയും അദ്ദേഹത്തിന്റെ മകനെയും പോലുള്ള പല സ്ഥാനാർത്ഥികൾക്ക് നെഗറ്റീവായിട്ട് അത് ബാധിച്ചു എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉറപ്പാണത്. കാരണം അത് അവർ മനസ്സിലാക്കിയിട്ടതാ. അവരുടെ കമ്മ്യൂണിറ്റിയിൽ, അവരുടെ സഭയിൽ, അവരുടെ പള്ളികളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംസാരം വന്നിട്ടുണ്ട് എന്ന് ഒരു സഭാവിശ്വാസിയായ PC ജോർജും PC ജോർജിന്റെ മകനും അത് പറയുമ്പോൾ അതിനെ വിശ്വാസത്തിലെടുക്കാനേ പൊതുസമൂഹത്തിൽ നിൽക്കുന്ന നമുക്ക് കഴിയുകയുള്ളൂ. തെറ്റാണെന്ന് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞു വിൽക്കുന്നത് ഇവരുടെ പിന്നാലെ നടക്കുകയും കേക്കുമായിട്ട് നടക്കുകയും അവിടെ പോയി വൈൻ കുടിക്കുകയും അല്ലെ അതുപോലത്തെ സൽക്കാരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് ഇനിയെങ്കിലും ഭാരതീയ ജനതാ പാർട്ടി നിർത്തുന്നത് തന്നെയാണ് നല്ലത്. കാരണം അപ്പൊ നമ്മുടെ സമയം അതിക്രമിച്ചതുകൊണ്ടാണ്, കൂടുതൽ ആളുകൾ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അങ്ങേക്ക് പറയാനുള്ള വ്യക്തമാണ്, അങ്ങയുടെ നിലപാടും വ്യക്തമാണ്.
ഓക്കെ, അപ്പോൾ കെ ജി കുമാർ ചുരുങ്ങിയ വാക്കുകളിൽ നമുക്ക് സമയം ഇങ്ങനെ അതിക്രമിച്ചു പോകുന്നു. അപ്പോൾ സുരേഷ് കമ്മത്ത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഷോൺ പറഞ്ഞത് വളരെ ശരിയാണ്. സഭയ്ക്ക് പാലിയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ BJP മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. FCRA ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന ജോസഫ് സ്റ്റാലിൻ്റെ ആവശ്യം അദ്ദേഹം തുടർന്നു. കൃഷ്ണൻകുട്ടി മണിമല എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. PC ജോർജ്, ഷോൺ ജോർജ് ഒക്കെ BJP അനുഭവിക്കട്ടെ എന്നാണ് എന്നോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ കെ ജി കുമാർ ഹലോ ഈ പാലാ ബിഷപ്പിനെ ഈ പിന്നെ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആൾക്കാർ ആ അരമനയ്ക്ക് മുമ്പിൽ വന്ന് വെല്ലുവിളിച്ചപ്പം ഈ പറയുന്ന ഒരാളും ഇല്ലായിരുന്നല്ലോ. അതേപോലെ ഇവിടെ മുനമ്പത്ത് 620 കുടുംബങ്ങൾക്ക് നിലനിൽപ്പില്ലാത്ത സമയത്തും ഈ ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും ആരും ഇവർക്ക് സഹായത്തിന് അവിടെ ചെന്നില്ലല്ലോ. ആ സമയത്ത് ഈ ഷോൺ ജോർജും BJPയും അനുബന്ധ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴ് FCRA ബില്ലിനെ കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കുകയും ചെയ്ത് ഇനി എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കാം എന്നും പറഞ്ഞു. പക്ഷെ വിദേശത്തുനിന്ന് ഫണ്ട് മേടിച്ച് ഇവർക്ക് പിന്നെ കണക്കാരും ചോദിക്കരുത്, തോന്നിവാസമായിട്ട് ഇവർക്ക് ചെലവാക്കിയിട്ട് ഇവർക്ക് ഇങ്ങനെ പിന്നെ BMW കാറിലും അതിൽ ഈ ബിഷപ്പുമാർക്കും എല്ലാവർക്കും ഇങ്ങനെ നടക്കണം പണ്ടത്തെ പോലെ. അവർക്ക് നടന്നോട്ടെ, അവർക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ട്. അവരുടെ സ്വത്തിന്റെ കണക്കൊക്കെ ഈ രാജ്യത്തുള്ള സാമാന്യ ബുദ്ധിയുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം. അവർ സുഖലോലുപന്മാരാണ്. പക്ഷേ ഈ വിദേശ രീതിയിലാണ് ചെലവാകുന്നതാണ്. ക്ലിയർ. അപ്പൊ തോമസ് എന്നോടൊപ്പം ചേരുന്നു, മാരാരിക്കുളത്താണ്. ശ്രീ തോമസേ. സാറേ, ഞാൻ വിളിച്ചതേ, ഞാൻ ഇത് എപ്പോഴും സാറ് എനിക്കൊരു പരാതിയായിട്ടാണ് പറഞ്ഞത്. ആദ്യം എപ്പോഴും ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ സാർ എന്റെ ഫോൺ എടുക്കാറില്ല. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. 2 പ്രാവശ്യം എന്റെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതെ ശ്രീ തോമസ്, ഒരിക്കലും അങ്ങനെ ഒരാളുടെ ഫോണായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം എന്റെ കൈകളിൽ ഈ ഫോൺ ഇല്ല. ഇത് എനിക്ക് ഞാൻ ചോദിച്ചത് അത് എനിക്ക് മനസ്സിലായി. പക്ഷെ അത് അപ്പൊ ഇത് എങ്ങനെയാ, ഇത് ഫോൺ അങ്ങോട്ട് അടിക്കുമ്പോൾ അത് ആരുടെ ആണെന്ന് മനസ്സിലാക്കാനൊന്നും അവിടെ ഇരിക്കുന്ന ആളുകൾ കഴിയില്ല. അവര് ഈ ലൈൻ നോക്കിയിട്ട് ഇത് ഫ്രീ ആണെങ്കിൽ ഇത് കണക്ട് ചെയ്യും, അല്ലെങ്കിൽ അത് ഫ്രീ ആവുന്നവരെ വെയിറ്റ് ചെയ്യും. ഇപ്പൊ ചിലപ്പോൾ റിംഗ് തീരും. അപ്പോൾ കുറേ പേരിങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ ആളുകൾ വിളിക്കില്ലേ. അപ്പോൾ ചില ആളുകൾ ഇങ്ങനെ തുരുതുരാന്ന് 200-300 തവണ വിളിക്കുന്നുണ്ട്. അതൊക്കെ എനിക്കറിയാം. അങ്ങനെയുള്ള ചില ആളുകൾക്ക് തുടർച്ചയായി കിട്ടുന്നുണ്ട്. ഞാനതും ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ അത് ഏതായാലും അങ്ങക്ക് ഇന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നേരം അങ്ങക്ക് ഞാൻ കുറച്ച് അധികം സമയം തരാം. എനിക്ക് പറയാനുള്ളത്, അപ്പോൾ പിണക്കമൊക്കെ മാറി, വിഷമമൊക്കെ മാറിയില്ലേ? ശ്രീ തോമസ് എന്താ ചെയ്യുന്നത്? കൃഷിക്കാരനാണോ? ഞാൻ റിട്ടയർഡ് ഒരു മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥനാണ്. മെഡിക്കൽ കോളേജിലോ? അതെ, ആലപ്പുഴ. അത് ശരി. റിട്ടയർ ആയോ? അതെ, ഞാൻ വെറുതെ കുത്തിരിക്കുക ഇപ്പം. ഓക്കെ. അപ്പോൾ നമുക്ക് മെഡിക്കൽ രംഗത്തുള്ള ഒരാളാണ് താങ്കൾ. അതും ഒരു നല്ല കാര്യമാണ്. അപ്പോൾ മെഡിക്കൽ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അങ്ങയുടെ ഇനി ഓർത്തു വയ്ക്കാം. അപ്പോൾ ശ്രീ തോമസ്, ഈ സഭാ നേതൃത്വം ആവശ്യങ്ങൾക്കൊക്കെ വന്നപ്പോൾ BJP ഉണ്ടായിരുന്നു. ആവശ്യം കഴിഞ്ഞ് പാലം കടക്കുവോളം നാരായണ, പാലം കടന്നപ്പോൾ കൂരായണ എന്ന നിലപാട് സഭാ നേതൃത്വം എടുത്തു എന്ന തരത്തിലാണ് ഷോൺ ജോർജിൻ്റെ പ്രതികരണം. PC ജോർജിന് കുറച്ച് അങ്ങ് കടന്നുപോയി, ഞാൻ അത് പറയുന്നില്ല. എങ്കിലും ഷോൺ ജോർജിൻ്റെ ആശങ്കയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? സാറേ, ഞാൻ അതിനേക്കാളും പറയാനുള്ളത്, ഈ സഭാ നേതൃത്വം അവർക്ക് ഇതുപോലത്തെ രാഷ്ട്രീയക്കാരോടൊന്നും ഇടപെടേണ്ട ഒരു കാര്യമില്ല. അവര് ചെയ്യേണ്ടത് ഞങ്ങളെ കുർബാന ശ്രദ്ധിക്കുക, ഞങ്ങൾക്ക് മതപരമായ പഠിപ്പിക്കുക, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. സഭയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞങ്ങളെ സംരക്ഷിക്കാൻ അവരാരും ഇല്ല. ഞാനിപ്പോ തുറന്നു പറയാം. അപ്പൊ ശരിക്കും ഇത്തരം മത നേതൃത്വം ചെയ്യേണ്ടത് ആളുകൾക്ക് നല്ല ജീവിത മാർഗം കാണിച്ചു കൊടുക്കുക, നല്ല മനുഷ്യരാകാൻ പ്രേരിപ്പിക്കുക, നല്ല ചിന്താഗതി ഉണ്ടാക്കുക. അതിനപ്പുറത്തേക്ക് ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം, അവരെ തോൽപ്പിക്കണമെന്നൊന്നും പറയാൻ അവർ വരണ്ട എന്നാണ് താങ്കൾ പറയുന്നത്. തെറ്റാണ്. ഒരിക്കലും ഇടപെടാൻ പാടില്ല. ഒരു സഭാധ്യക്ഷന്മാരും അതിന് ഇടപെടാൻ പാടില്ല. പക്ഷേ ചില സമയത്ത് ഈ സഭയിലെ പൊതുവിഭാഗത്തിൻ്റെ ചില ആശങ്കകൾ വരുമ്പോൾ സഭാ നേതൃത്വം അവർ പറയുന്നത് അത് ഞങ്ങളുടെ പൊതു ആശങ്കയാണ് എന്ന് പറഞ്ഞാണ് വരുന്നത്. അത് ശരിയാണോ? അത് ശരിയല്ല. അവര് വരുന്നത് അവരുടേതായ സ്വന്തം കാര്യമുണ്ട്. അവരുടെ മേൽക്കോയ്മ അവിടെയുള്ളവരെയൊക്കെ സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ബിഷപ്പ് വലിയ ടോപ്പിലുള്ളവരെ സംരക്ഷിക്കുന്ന, അതിനു വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് സഭ കുഞ്ഞാടുകളെ സംരക്ഷിക്കുന്നില്ല. അത് ശരി. തീർച്ചയായിട്ടും സംരക്ഷിക്കുന്നില്ല. അപ്പൊ അവരുടെ സാമ്പത്തിക ലാഭം ഉന്നമനം നോക്കി മാത്രമേ അവർ വരുന്നുള്ളൂ. അതിനുവേണ്ടിയുള്ള വിലപേശലാണ് നടത്തുന്നതെന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? സാറേ, ഞങ്ങള് ക്രിസ്ത്യൻ സമൂഹത്തിന് ഒരു നേതൃത്വം ഇല്ല. സത്യത്തിന് ഈ സഭയുടെ കീഴിൽ നിൽക്കുന്നുണ്ട്. അതനുസരിച്ച് SNDPക്ക് വെള്ളാപ്പള്ളി നേതൃത്വമുണ്ട്, NSSന് അതിന് നേതൃത്വമുണ്ട്, മുസ്ലിം ലീഗിന് നേതൃത്വമുണ്ട്. കുറെ കുഞ്ഞാടുകൾ ഇങ്ങനെ അവിടെ കിടന്ന് തല്ല് മേടിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾ പാർട്ടിക്കാരുടെ പറയുകയോ കോൺഗ്രസുകാരുടെ പറയുകയോ നടക്കുകയാണ്. ഞങ്ങളെ സംരക്ഷിക്കാൻ ഇവരാരും തയ്യാറായിട്ടില്ല ഇതുവരെ. ഞാൻ തുറന്നു പറയാ. ഞങ്ങൾ എന്നെ നേർച്ചെടുക്കുക, പ്രാർത്ഥിക്കുക, പോരുക.
എന്നിട്ട് എല്ലാരും പറയുമ്പോൾ നിങ്ങൾ സഭയല്ല, നിങ്ങൾക്ക് ആൾക്കാരില്ല എന്നുള്ള ചോദ്യ. ആരുമില്ല, സത്യമായിട്ടുമില്ല. ഞാൻ സത്യം ദൈവനാമത്തിൽ പറയാ. സാർ അറിഞ്ഞിരിക്കണത്. ഓക്കെ. അപ്പോൾ സ്വന്തം നിലയ്ക്ക് ആളുകൾ വോട്ട് ചെയ്യട്ടെ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം എന്നാണ് താങ്കൾ എന്തായാലും പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും അതേ പറ്റത്തുള്ളൂ. അങ്ങനെയാണല്ലോ, അങ്ങനെ പറ്റാവൂ രാജ്യത്ത്. ശരി, ഓക്കെ, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ മൈക്കിൾ എന്നോടൊപ്പം ചേരുന്നത് ഇടുക്കിയിൽ നിന്നാണ് അല്ലേ? ശ്രീ മൈക്കിൾ. അതെ സാറേ, നമസ്കാരം. നമസ്കാരം. മൈക്കിൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ് ഞാൻ 200 പ്രാവശ്യം വിളിച്ച്. 200 പ്രാവശ്യം. അതെ സാറേ, മറ്റേ ഞാൻ പറയുന്നതേ, സത്യക്രിസ്ത്യാനികള് തൃശ്ശൂരില് വോട്ടിട്ടിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. BJP-ക്കാർ അത് മറക്കരുത്. എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്രിസ്ത്യൻ സമൂഹം ആ ഒരു വലിയ പിന്തുണ കൊടുത്തത് കൊണ്ടാണ് സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥി പാർലമെന്റിലേക്ക് പോയത് അല്ലേ? ഇന്നിപ്പോ നെളിഞ്ഞ് നടക്കുന്നത് അതുകൊണ്ടാ. പക്ഷേ അത് ഒരു BJP ഒരു പിന്തുണയാണോ, അത് നടനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണോ? ക്രൈസ്തവ സമൂഹം BJP-യോടുള്ള താല്പര്യം കൊണ്ട് തന്നെയായിരിക്കും അല്ലേ? ക്രിസ്ത്യാനികൾ വോട്ട് BJP അറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല. കേരളത്തിൽ മുഴുവൻ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് ക്രിസ്ത്യാനികളാണെന്ന് അറിയാമല്ലോ. ഞാൻ പറയുന്നത് അതുപോലും ചെയ്യാൻ പാടില്ലെന്നുള്ള ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. സഭയൊന്നും ചെയ്യാൻ പാടില്ല. അതൊന്നല്ല, സഭയ്ക്ക് അങ്ങനെ ഏകപക്ഷീയമായിട്ട് ആരെയും സഹായിക്കാൻ ചെയ്യേണ്ട കാര്യമല്ല. ഒരു വോട്ട് ചെയ്യാൻ ഇപ്പൊ ഞാൻ വോട്ട് ചെയ്യാറില്ല. ഞാനൊന്നല്ല, 99% ആളുകള് സഭാ മേലധ്യക്ഷന്മാർ പറയുന്ന സ്ഥലത്ത് വോട്ട് ചെയ്യത്തില്ല. പിന്നെ ഒരു ധാരണയാണ് ഇവർക്കൊക്കെ. ഇവര് പറഞ്ഞാൽ അവിടെ എല്ലാം ചെയ്ത് കളയുമെന്നുള്ളൊരു ധാരണയാണ്. അതാണ്. പിന്നെ സഭയും മറ്റു കാര്യങ്ങൾ ജനങ്ങളും അവർക്ക് ഭരണഘടന അനുസരിച്ചുള്ള നിയമം ഈ രാജ്യത്തുണ്ട്. അത് കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ അത് ചോദിക്കും. അത് സഭ ചോദിക്കും, സഭയും ചോദിക്കും, സാധാരണക്കാരനും ചോദിക്കും. അത് കിട്ടണം. അത് കിട്ടാതെ അത് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഭരണഘടന അനുസരിച്ച് കിട്ടുന്ന അവകാശങ്ങൾ നമുക്ക് കിട്ടേണ്ടത് അത് കിട്ടാതെ അത് തടഞ്ഞു വെച്ചുകൊണ്ട് അങ്ങനെയാണ് ഇപ്പൊ തടഞ്ഞു വെച്ചു കഴിഞ്ഞിട്ട് വില പേശുക. ഞങ്ങൾ ഇതെല്ലാം ചെയ്തു തരാം. ഇത് ആരുടെ ഔദാര്യം വേണ്ടെന്നേ. ആരുടെ ഒരു സഭയ്ക്കും ഒരു ഇതിനും ഔദാര്യം ആരുടെയും വേണ്ട. ഇത് തടഞ്ഞു വെക്കുക, എന്നിട്ട് പറയുക, എന്നിട്ട് ഇവരെ പീഡിപ്പിക്കുക. ഏതാ പലതരത്തിൽ പീഡിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ശരിയല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതാ ഈ സഭക്കാർ അല്ലെങ്കിൽ സഭയോ ഇവരൊക്കെ എന്തിനാ പോകുന്ന ഇവരെ ചോദിച്ചിട്ട് ഇവരെ പീഡിപ്പിക്കുകയല്ലേ ഇങ്ങനെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അപ്പോൾ സുനിൽ, ഏതായാലും വളരെ നന്ദി ശ്രീ മൈക്കിൾ, അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അപ്പം സുനിൽ ചോദിക്കുന്നത് മണിമല ചേട്ടൻ്റെ അവിടെ പോളിംഗ് കുറവാണെന്ന്. വലിയ കുറവുണ്ടായിരുന്നു. പത്തനംതിട്ട പൊതുവേ കുറവായിരുന്നു. അപ്പോൾ എന്നാലും അത് ചിലപ്പോൾ കാലാവസ്ഥയൊക്കെ കൊണ്ടായിരിക്കും. സുരേഷ് കമ്മത്ത് പറയുന്നു, ഷോൺ പറഞ്ഞ വളരെ ശരിയാണ്. സഭയ്ക്ക് പാലിയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ BJP മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. പ്രവീൺ കുമാർ KKO പറയുന്നു, ഒന്ന് ആലോചിച്ച് നോക്കൂ, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന FCRA ബില്ലിന് ഈ പറഞ്ഞ ഷോൺ ജോർജും മറ്റ് BJP നേതാക്കളും പറഞ്ഞില്ലേ, ഈ സഭയുടെ ആശങ്കകൾ കേൾക്കാൻ വേണ്ടി മാത്രം കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചു. അപ്പോൾ പ്രവീൺ KKO പറയുന്നത് ഇതെല്ലാം ചെയ്തിട്ടും അവർ വേണ്ട രീതിയിൽ പിന്തുണച്ചില്ല എന്ന്. അജയ് കുമാറിന് കിഷോർ കോന്നിയുടെ സപ്പോർട്ടുണ്ട്. സോജോ BJP-യുടെ ക്രിസ്ത്യൻ സ്നേഹം മണിപ്പൂരിൽ കണ്ടു എന്നാണ് സോജോ ജോയ് പറയുന്നത്. അപ്പോൾ എന്നോടൊപ്പം പിന്നെ ജോസഫ് കുട്ടി ഫിലിപ്പ് പറയുന്നത്, ഞങ്ങൾക്ക് സ്വത്തുണ്ട്, അത് ഞങ്ങൾ ക്രിസ്ത്യാനികൾ സഭയ്ക്ക് കൊടുത്താണ്, അതിൽ BJP-ക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നു. സുനിൽ സുനിൽ അവർ തമ്മിൽ തർക്കമൊക്കെ നടക്കുന്നുണ്ട്. പ്രമോദ് നാണു നമുക്കൊപ്പം ചേർന്ന് സ്ഥിരം പ്രേക്ഷകനാണല്ലോ. അദ്ദേഹം ഷോൺ ജോർജിന് 3 ഹൃദയം കാവി നിറത്തിലുള്ള ഹൃദയമാണ് പക്ഷേ അയച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കമൻറ്റ് ബോക്സ് കിട്ടാൻ താമസം വന്നു എന്ന് എന്നോട് പറയുന്നു. അതെന്താണ് അങ്ങനെ വന്നത്? ഇപ്പോൾ 2-3 ആളുകളായി എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നു. ആദ്യത്തെ ആൾ പറഞ്ഞത് അലേർട്ട് വന്നില്ല എന്നാണ്. നമ്മൾ പൊതുവേദി തുടങ്ങുമ്പോൾ പലർക്കും ഒരു അലേർട്ട് കിട്ടുന്നതാണ്, അത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. മുരളീധരൻ നായർ പറയുന്നു, നമസ്തേ മനു, കമൻറ്റ് ബോക്സ് കിട്ടാൻ താമസം വന്നു എന്ന് പറയുന്നു. ഓക്കെ, നോ പ്രോബ്ലം. ഏതായാലും അങ്ങ് ഇത് കാണുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം, നമുക്കൊപ്പം ഉണ്ട് എന്നറിയുന്നതിലും സന്തോഷം. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളിൽ ഒരാളാണ് നമ്മുടെ മുരളീധരൻ നായർ MN. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. അഭിജിത്ത്, മുരളീധരൻ നായർ തുടങ്ങിയ ആളുകളൊക്കെ. ശിവദാസൻ TK എന്നോട് പറയുന്ന, ഡിയർ സാർ, BJP ഈസ് എൻ ഓൾ ഇന്ത്യ പാർട്ടി വിച്ച് ഡസ് നോട്ട് വോണ്ട് കേരള സപ്പോർട്ട് ടു റൂൾ ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും അവർ ഓൾ ഇന്ത്യ ആയാലും ഓൾ കേരള ആയാലും ഓൾ തിരുവനന്തപുരം ആയാലും പരമാവധി ആളുകളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോവുക എന്നതായിരിക്കണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൃഷ്ണദാസ് പറയുന്നു,
ചോറിങ്ങും കൂറങ്ങും എന്ന തട്ടിപ്പിനെതിരെ ഷോൺ ജോർജ് പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് എന്നോട് ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് കുറേ BJP-ക്കാരുണ്ട് കേട്ടോ നമ്മുടെ പൊതുവേദി പ്രേക്ഷകരായിട്ട്. അപ്പോൾ എന്നോട് പിന്നെ ജിയോവ പറയുന്നു PC ജോർജിനെ MLA ആക്കാൻ ഷോൺ മോനെ മന്ത്രി ആക്കണം എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. AK കൃഷ്ണൻകുട്ടി പറയുന്നു സംരക്ഷിക്കാൻ സർക്കാർ മതി എന്ന് തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ, സ്വകാര്യ താല്പര്യം കിട്ടുന്നത് കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതെന്ന് എന്നോട് പറയുന്നു. ജോൺ അഗസ്റ്റിൻ പറയുന്നു തൃശ്ശൂരിൽ ജയിച്ചത് സുരേഷ് ഗോപി ആയോണ്ട് അല്ലാണ്ട് BJP-യുടെ മഹാത്മ്യം കൊണ്ടല്ല. അതാണ് ഞാനും ചോദിച്ചത്, BJP ആയതുകൊണ്ടാണ് സുരേഷ് ഗോപിയാണ്. ജോൺ അഗസ്റ്റിൻ എനിക്ക് തോന്നുന്നു തൃശ്ശൂർക്കാരനാണെന്ന് തോന്നണേ. ഓക്കെ, അപ്പോൾ സുനിൽകുമാർ ഇപ്പോൾ ജോസ് എത്ര ഉണ്ടെങ്കിലും മണിമല ചേട്ടൻ ഇത്തവണ വീട്ടിലിരിക്കും. വീട്ടിലിരിക്കില്ല, അദ്ദേഹം നമ്മുടെ പൊതുരംഗത്തുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അമ്പാടി പറയുന്നു മൈക്കിളിന് പിന്തുണ കേട്ടോ. മൈക്കിളിന് എന്തോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമ്പാടി സഭയ്ക്ക് വേണ്ടി BJP എന്ത് ചെയ്തു, ഒരു 2-3 കമൻറ്റ് ബോക്സ് ഉണ്ട്, ഒന്നാക്കൂ. കുറേ കമൻറ്റ് ബോക്സ് ഉണ്ടെന്നാണ് പറയുന്നത്, അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സ് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിലാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വരുന്നത്. രാജീവ് കൊല്ലത്തുനിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാജീവ് നമസ്കാരം. എങ്ങനെയുണ്ട് സാർ രാജീവ്? കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ കഴിഞ്ഞോ? അട്ടിമറികളുടെ നാടാണ് കൊല്ലം എന്നൊക്കെയാണ് ചിലരൊക്കെ പറയുന്നത്. അങ്ങനെ വരുമോ, അട്ടിമറികളൊക്കെ വരുമോ രാജീവ്? ചിലപ്പം NDAക്ക് ഒരു സീറ്റ് ചിലപ്പം കിട്ടാൻ സാധ്യതയുണ്ട്. ചാത്തന്നൂർ BJP-ക്ക് അല്ലേ? ഓഹോ, ചാത്തന്നൂർ ഒരു സീറ്റ്. അതെന്താണ് ഈ ചാത്തന്നൂർ വലിയ പ്രതീക്ഷയാണല്ലോ BJP-ക്ക്. അപ്പോൾ അവിടെ ഒരു നേതാവ് BB ഗോപകുമാറാണ് മത്സരിച്ചത് BJP സ്ഥാനാർത്ഥിയായിട്ട്. പക്ഷേ നല്ല വ്യക്തിയാ സാറേ, നല്ല വ്യക്തിയാണ്. അധ്യാപകനായിരുന്നു. നല്ല വ്യക്തി എന്ന് പറയാൻ നല്ല വ്യക്തിയാണ്. ഓഹോ, അപ്പോൾ ശ്രീ BB ഗോപകുമാർ ഇത് എവിടെ നിന്ന് നമ്മുടെ പൊതുവേദി കേൾക്കുന്നുണ്ടെങ്കിൽ ആളുകൾ അദ്ദേഹത്തെ പറ്റി പറയുന്നതൊക്കെ അദ്ദേഹത്തിന് ഒരു സന്തോഷം നൽകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ നല്ല വ്യക്തിയാണെന്നാണ് പറയുന്നത് അല്ലേ? കാരണം അദ്ദേഹം അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാളല്ല. ഇപ്പോൾ BJP-യിലെ കുമ്മനം രാജശേഖരനെ പോലെയോ രാജീവ് ചന്ദ്രശേഖരനെ പോലെയോ V മുരളീധരനെ പോലെയോ എന്തിന് നമ്മുടെ PK കൃഷ്ണദാസിനെ പോലെയോ അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരാളല്ല. പക്ഷേ ഇദ്ദേഹം അവിടെ ഘട്ടം ഘട്ടമായി അദ്ദേഹത്തിന് വോട്ട് വർദ്ധിപ്പിക്കുന്നു. ഇത്തവണ ഒരു വിജയപ്രതീക്ഷയിൽ നിൽക്കുന്നു അല്ലേ? ചാത്തന്നൂർ മണ്ഡലത്തിൽ പുള്ളിക്ക് നല്ല സ്കോപ്പുള്ള സ്ഥലം. ചാത്തന്നൂർ മണ്ഡലത്തിൽ നല്ലത്. ഞാനിത് പറയാം സാറേ, ഈ ബില്ലില്ലേ സാറേ, ഈ ബില്ല് ഇവർ അവതരിപ്പിച്ചില്ലേ, കൊണ്ടുവരാൻ നോക്കുന്ന ബില്ല്, അത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിക്ക് ഒരു പ്രശ്നമല്ല. ഈ ഭീകരവാദം നമ്മളെ ഇന്ത്യയിൽ നടത്തുന്നതിന് വിദേശത്ത് നിന്ന് പണം വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മളപ്പോ അങ്ങ് എന്തായാലും ഇതിന് പിന്തുണയ്ക്കുകയാണ് ഷോൺ ജോർജിനെ അല്ലേ? പിന്നെ സംശയമുണ്ടോ? ആളൊരു സംശയം, ഈ അച്ഛൻ ഈ തിരുമേനിമാർക്കുള്ള ഒരു സംശയം, അത് ഞാൻ ഈ ഒരു വാക്ക് കേട്ടോ. ഈ ബില്ല് 7 ദിവസത്തിന് മുമ്പ് പാർലമെന്റിൽ കൊണ്ടുവന്ന അന്ന് ഈ കോൺഗ്രസ്സുകാരും മിണ്ടിയതില്ല, ഇടതുപക്ഷക്കാരുമില്ല. ഈ പിന്നെ പുതുപ്പള്ളിയിലല്ല നമ്മളെ ഈ ജോർജ് കുര്യൻ നിൽക്കുന്ന സ്ഥലം എന്തോ സാർ, കാർത്തിയപ്പള്ളിയാണോ കാഞ്ഞിരപ്പള്ളിയിലെ ഒരു അച്ഛൻ ഒരു ബിഷപ്പ് എടുത്ത് പറഞ്ഞതിന് ശേഷമാണ് ഇതുവരെ കുത്തിപ്പൊക്കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ ഇത് കോൺഗ്രസ്. ശരി, അപ്പോൾ ഏതായാലും സമയം കുറവുകൊണ്ടാണ് എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്, ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ മുരളീധരൻ നായർ എനിക്ക് വേണ്ടപ്പെട്ട ആളെ അദ്ദേഹത്തിൻ്റെ ഒന്ന് വായിക്കട്ടെ. പിള്ള സാർ, സുനിൽകുമാർ എല്ലാവർക്കും നമസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അപ്പോൾ പിന്നെ ജനങ്ങൾക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, അത് BJP-ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ എന്തിനാണ് സഭയുടെ പുറകിൽ പോകുന്നതെന്ന് ജോസ് കുട്ടി എന്നോട് ചോദിക്കുന്നു. ടിറ്റോസൻ ബോധി, എന്താ നല്ല പേര് കേട്ടോ, ടിറ്റോസൻ, സിറ്റിസൺ എന്നുള്ള പേര് പോലെയാണ് ടിറ്റോസൻ. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ 4, 3, 7 സീറ്റ് കൊണ്ടല്ല മോദി സർക്കാർ നിലനിൽക്കുന്നത്. എല്ലാ കാര്യങ്ങളും സഹായിച്ചിട്ട് സഭയെ വേണ്ടെങ്കിൽ വേണ്ട, BJP അവർക്ക് നല്ല പണി കൊടുക്കണം എന്നാണ് ടിറ്റോസൻ ബോധി എന്നോട് പറയുന്നത്. ഓക്കെ, രാജ്യത്തെ വിഘടിപ്പിക്കുന്നത്, പുറത്തുനിന്ന് ഫണ്ട് ബ്ലോക്ക് ചെയ്യുന്നതിന് നടപടികളാണ് കേന്ദ്രം കൈക്കൊള്ളുന്നത്, അതൊരു രാജ്യസ്നേഹമായി ഉള്ള ഭരണാധികാരിക്ക് മാത്രമേ സാധിക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള വേണം, അപ്പോൾ എങ്ങോട്ട് പോരുത്, നമുക്ക് ഈ ചെറിയ ഇടവേള എടുത്ത് ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ്, അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ എന്നോട് നമ്മുടെ ജിയോ പറയുന്നത് ചാത്തന്നൂരിലെ കാര്യം ഇപ്പം ഞാൻ സംസാരിച്ചല്ലോ. അപ്പോൾ ചാത്തന്നൂരിൽ BJP കോൺഗ്രസ് ഡീലുണ്ട് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ജിയോവ. രാജീവ് കൊല്ലത്തിന് അതൊക്കെ അറിയാം. അപ്പോൾ അതറിഞ്ഞിട്ടാണ്, അതാണ് BJP ജയിക്കും എന്ന് പറയുന്നത്. പക്ഷേ നടക്കില്ല മോനെ എന്നാണ് എഴുതുന്നത്. ഓക്കെ, നടക്കുമെന്ന് നമുക്ക് നോക്കാം. ഏതായാലും 4-ാം തീയതി ഞാനിതെല്ലാം കുറിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. 4-ാം തീയതി ഇവരാരൊക്കെ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചു, ആരുടെ പിന്നെ പ്രവചനങ്ങൾ ശരിയായി എന്നൊക്കെ ഞാൻ നോക്കും. അപ്പോൾ AM സൂരജ് എന്നോട് പറയുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാനൊരു ചോദ്യം നോക്കട്ടെ, മെയ് 4-ന് റിസൾട്ട് എന്താകുമെന്നാണ് സാറിൻ്റെ അഭിപ്രായം? എന്നെ വെട്ടിലാക്കാൻ നോക്കുക.
അങ്ങനെ. അപ്പോൾ എൻ്റെ ഒരു ഇത് തെറ്റിക്കഴിഞ്ഞാൽ എന്നെ പരിഹസിക്കാൻ. അപ്പം ഞാൻ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുകയാണ് അതാത് മണ്ഡലത്തിൽ നിന്നുള്ള ആളുകൾ എന്താ പറയുന്നത്. അപ്പോൾ സൂരജ് സൂരജ് എന്നെ വെട്ടിലാക്കാൻ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമല എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, ഷോൺ ജോർജിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അല്ലെങ്കിൽ പ്രതികരണം കേട്ടപ്പോൾ കൃഷ്ണൻകുട്ടി മണിമലയ്ക്ക് അതിനു മുമ്പ് ഈ അവിടെ വോട്ട് കുറഞ്ഞെന്നൊക്കെ പറഞ്ഞ ആളുകൾ പരാതി പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? നമസ്കാരം. വോട്ടൊന്നും കുറഞ്ഞില്ല അല്ലേ? നമസ്കാരം. ഈ വോട്ട് കുറഞ്ഞെന്ന് പറയുന്ന ഒരു പത്രം വായിക്കാത്തതിന്റെ കുഴപ്പമാണ്. കാഞ്ഞിരപ്പള്ളി മണ്ഡലമാണ് അല്ലേ? അങ്ങ് അത് പത്തനംതിട്ട അത് പത്തനംതിട്ടയല്ല. ഒന്നാമത്തെ കാര്യം ഇത് കോട്ടയം ജില്ലയാ. ഇന്നത്തെ മനോരമ പത്രത്തില് എല്ലാ മണ്ഡലത്തിലെ വോട്ടിന്റെ പെർസെന്റേജ് ഇട്ടിട്ടുണ്ട്. അതിൽ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിന് കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പ് വന്നതിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഞാനൊന്ന് അത് ചോദിക്കട്ടെ, ശ്രീ കൃഷ്ണൻകുട്ടി മണിമലയുടെ ഒരു ഇതനുസരിച്ച് ഈ പോളിംഗ് ശതമാനം കൂടിയത് SIR നടപ്പിലായത് കൊണ്ടാണോ അതോ ജനം വളരെ ആവേശത്തോടു കൂടി എന്തോ തീരുമാനിച്ചിറങ്ങിയതാണോ? അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആർക്ക് ഗുണം ചെയ്യും? അങ്ങനെയല്ല. നമ്മുടെ കേരളത്തിൽ പൊതുവെ ആൾക്കാർ ബോധമുള്ള ആൾക്കാരാണ്, ജനാധിപത്യ സംവിധാനങ്ങളോട് ബഹുമാനമുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഗ്രഹമുള്ളവരാണ് മിക്കവാറും എല്ലാ ആൾക്കാരും. സ്ഥലത്തില്ലാത്തവർ മാത്രമേ വോട്ട് ചെയ്യാൻ വരാതിരിക്കുള്ളൂ. അതായത് ആരെങ്കിലും മടി പിടിച്ച് വീട്ടിലിരുന്നാല് ഏത് രാഷ്ട്രീയ മുന്നണിയുടെ ആൾക്കാരാണെങ്കിൽ പോലും അവരെ ബലം പ്രയോഗിച്ചോ പ്രേരിപ്പിച്ചോ ഒക്കെ ഓരോരുത്തരും ഓരോ കക്ഷികളും അവരെ പോളിംഗ് ബൂത്തിൽ കൊണ്ടുവരും. ഞങ്ങളും ചെയ്തു. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഈ വോട്ട് കുറഞ്ഞ ശതമാനം കൂടിയതിന്റെ കാരണം ഈ SIR വന്നപ്പോഴേക്ക് ചില കാര്യങ്ങൾ നടന്നു. കുറെ അധികം ആൾക്കാരെ വോട്ടർ ലിസ്റ്റിൽ പുറത്താക്കിയിട്ടുണ്ട്. അപ്പൊ പുറത്താക്കിയവർ ഏതായാലും പുറത്തായി. പിന്നെ ബാക്കിയുള്ളവർ ശേഷിക്കുന്നവർ വോട്ട് ചെയ്യുന്നവർ മാത്രമേ, മിക്കവാറും വോട്ട് ചെയ്യുന്നവർ മാത്രമേ ശേഷിക്കുന്നത്. അതിന്റെ ഒരു കാരണം കൂടെ ഉണ്ടാവാം. ഞാൻ 100% ശരിയെന്ന് ഞാൻ വാദിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു കാരണം കൂടെ ഉണ്ടാവാം. അതുകൊണ്ടാണ് കൂടിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഷോൺ ജോർജിനെ താങ്കൾ പിന്താങ്ങുന്നുണ്ടോ അതോ ഷോൺ ജോർജിനെ ഇത് വേണ്ടിയിരുന്നില്ല എന്ന ഉപദേശമാണോ നൽകുന്നത്? എനിക്ക് തോന്നുന്നു എന്തോ കൃഷ്ണൻകുട്ടി മണിമല ടെലിഫോണിൽ എന്തോ സംഭവിച്ചു. ഓക്കെ, അപ്പോൾ ബിനോയ് എന്നോടൊപ്പം ഉണ്ട് കൊല്ലത്ത്. ബിനോയ് നമസ്കാരം. മനുജി നമസ്കാരം. ബിനോയുടെ ആ ശബ്ദത്തിലൊക്കെ ആ ഒരു സന്തോഷം ഇങ്ങനെ പ്രകടമാകുകയാണ് കേട്ടാ. പക്ഷെ നിങ്ങൾ ഈ മുഖ്യമന്ത്രി ആരാവുന്നുള്ളതിനെ സംബന്ധിച്ച് അടി തുടങ്ങിയോ? ഇല്ല, അത് AICC തീരുമാനിക്കുമല്ലോ. ഇത് തീരുമാനിച്ചാലും പലരും ഇവിടെ സമ്മതിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അല്ല, അതിപ്പോ എല്ലാവരുടെ സമാധാനത്തിൽ നിൽക്കാൻ പറ്റും. ഒരാൾക്കല്ലേ മുഖ്യമന്ത്രിയെ ആവാൻ പറ്റത്തുള്ളൂ മനു. അത് AICC തീരുമാനിക്കും. ആ തീരുമാനം മര്യാദയുള്ള നേതാക്കന്മാരും പാർട്ടിക്കാരും ഇല്ലെന്ന് അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങനെ ഒരു ഉപമുഖ്യമന്ത്രി ഇല്ല എന്ന് അസന്നിഗ്ധമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആ ചോദ്യത്തിന് പോലും പ്രസക്തി ഇല്ല. വലിയ പ്രതീക്ഷയിലാണ് നിങ്ങൾ അല്ലേ? വൈനോട്ട് എന്ത് പ്രതീക്ഷിച്ചൂടെ? ഞങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷത്തെ ദുരിതങ്ങൾ അനുഭവിച്ച ഈ നാട്ടുകാരും വോട്ടർമാരും ജനാധിപത്യ വിശ്വാസികളും ഒക്കെ ഒന്ന് ഭരണം മാറണമെന്ന് അവര് ആഗ്രഹിക്കുന്ന ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ്. അതുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷത്തിൽ തന്നെയാണ്. ഇലക്ഷൻ കഴിഞ്ഞ് 10-21 ദിവസമായി ഞങ്ങൾ ഉറങ്ങിയിട്ട് സൗണ്ടും ആരോഗ്യവും സമ്പത്തും എല്ലാം പോയി. ഇത് എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ എല്ലാം പോയെങ്കിലും ജനങ്ങളുടെ പിന്തുണ വരും എന്ന പ്രതീക്ഷയാണ്. ശരി, അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ഷോൺ ജോർജിനെ പറ്റി ഇനി സമയമില്ല, ചുരുക്കി പറയണം. ഷോൺ ജോർജിനെ പറ്റി എന്ത് പറയാനുണ്ട്? ഷോൺ ജോർജിന് മറുപടിയില്ല. സഭകൾ കൃത്യമായി തീരുമാനമെടുത്തിട്ടുണ്ട്. മിക്ക സഭകളും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതാത് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾ വോട്ട് ചെയ്യണം. അതിന്റെ അർത്ഥം കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ 10 വർഷത്തെ ദുരിതം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അതാത് രീതിയിൽ വോട്ട്. രണ്ടാമത്തെ കാര്യം, കേന്ദ്ര ഗവൺമെന്റ് പുതിയ FRC ബില്ലിനെതിരെ ഉള്ള നയങ്ങളും ഒക്കെ മനസ്സിലാക്കി സഹോദരന്മാർ കൃത്യമായ ഒരു നിലപാടാണെന്നാണ് താങ്കൾ പറയുന്നത്. അപ്പൊ സമയക്കുറവുകൊണ്ടാണ്. ഏതായാലും നമുക്കൊരു ദിവസം വിശദമായി സംസാരിക്കാം. ഞാൻ എല്ലാവർക്കും ഉണ്ടല്ലോ നമുക്കൊപ്പം. ഓക്കെ, അപ്പൊ എനിക്ക് 2-3 പേരെ കൂടെ എടുത്തു പോകാനുണ്ട്. ഇപ്പൊ ബാബു കോലഞ്ചേരി. ഒരു കാര്യം, ചാത്തന്നൂരിലെ കാര്യം പറയട്ടെ. ചാത്തന്നൂര് ഒന്നാം സ്ഥാനത്ത് വരും. അവർ 2ാം സ്ഥാനത്തിന് വേണ്ടി BJPയും CPIയും LDFും തമ്മിൽ മത്സരമാണ്. നേരത്തെ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന ഗോപകുമാറാണ് BJPയിൽ 15 വർഷത്തിന് മുമ്പ് പോയത്. ഇപ്പൊ ജയിക്കാമെന്ന് പറഞ്ഞു, പക്ഷെ നടക്കില്ല. ഈ പ്രാവശ്യം സൂരജ് രവി, പഴയ MLAയുടെ മകൻ സൂരജ് രവി, തോപ്പിൽ രവിയുടെ മകൻ സൂരജ് രവി, എന്റെ ഒറ്റ സുഹൃത്ത്. അദ്ദേഹം 8,000-നും 10,000-നും ഇടയിൽ വോട്ടിന് ചാത്തന്നൂര് UDF 15 വർഷങ്ങൾക്ക് ശേഷം ജയിക്കാൻ പോവുകയാണ്. കൊല്ലത്ത് ഞങ്ങൾ വീണ്ടും പറയുന്നു മനു, 11-ൽ 11 നേടും. ചാത്തന്നൂർ ജയിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം
ഞങ്ങൾ 11 നേടും എന്നുള്ളതാണ്. ശരി, ഓക്കെ. അപ്പൊ അത് നമ്മൾ ഒരിക്കൽ പറഞ്ഞാണല്ലോ. ഞാൻ ഇനി അത് നമുക്ക് 4-ാം തീയതി ഞാൻ ബാക്കിയൊക്കെ ചോദിക്കാം. ബാബു കോലഞ്ചേരി, സമയം കഴിഞ്ഞു. ശ്രീ ബാബു കേൾക്കുന്നു. എന്താണ് ഈ ഷോൺ ജോർജ് അതിര് കടന്നോ അതോ സഭ അതിര് കടന്നോ? സഭ അതിര് കടന്നിട്ടില്ല. കാരണം ഞാനൊരു പുരാതന സുറിയാനി ക്രിസ്ത്യാനിക്കാരനാണ്. അപ്പൊ പക്ഷെ എനിക്ക് ഞാനിപ്പോ ഈ പ്രാവശ്യം ഞാൻ അറിയുന്ന ഒരു വിഭാഗം, ഒരു നല്ലൊരു ശതമാനം ആളുകൾ ഈ BJP എന്നുള്ള NDAയുടെ ചേർന്ന് നിൽക്കുകയാണ്. അതിന്റെ കാരണം വേറെ ഒന്നുമില്ല. ഇപ്പോ ശരിക്കും നമ്മളെ നിയമസഭയിലേക്കോ എവിടെയെങ്കിലും ഒരാളെ വിട്ടാൽ ആ ആളെ വിട്ടിട്ട് വേണ്ടേ നമ്മൾക്കൊരു അവകാശം ചോദിച്ചു വാങ്ങിക്കാൻ. ഒരു അവകാശം പാർലമെന്റിലേക്കാണെങ്കിലും സുരേഷ് ഗോപിനെ വിട്ടത് കൊണ്ട് മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് ഒരു കാര്യം ചോദിച്ച് വാങ്ങിക്കാൻ പറ്റുന്നത്. അപ്പൊ അത് അല്ലാതെ നമ്മൾ ഇപ്പൊ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് മാറി നിൽക്കുക, പിന്നെ മാത്രമല്ല അച്ഛന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും പുരോഹിതരെ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന കാലമൊക്കെ ഇപ്പൊ ഉണ്ടോ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ കാണുന്നില്ല. ഞാൻ ഒരു പുരാതന ക്രിസ്ത്യാനി കുടുംബത്തിൽപ്പെട്ടതാണ്. പക്ഷെ അങ്ങനെയൊന്നുള്ള ശീലം ഇപ്പൊ ഇല്ല. പിന്നെ ഷോൺ ജോർജ് പറഞ്ഞത് നമ്മൾ എല്ലാ വാക്കുകളും മിതത്വം എല്ലാവരും പാലിക്കണം എന്നാണ് എനിക്ക് ഷോൺ ജോർജിനോട് പറയാനുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അപ്പൊ അങ്ങ് കോലഞ്ചേരിക്കാരനാണ്. അപ്പൊ അത് മണ്ഡലം പിറവോ അല്ലേ? പിറവല്ലേ? അല്ല, പിറവല്ല, ഞങ്ങള് കുന്നത്തുനാടാണ്. ഓഹോ, കുന്നത്തുനാട് എന്താണ്? അവിടെ ത്രികോണ മത്സരമാണ് അല്ലേ കുന്നത്തുനാട്? നല്ല ടൈറ്റ് ത്രികോണ മത്സരമാണ്. അവിടെ ഈ 2020 ആണ് NDAയുടെ സ്ഥാനാർത്ഥി അല്ലേ? 2020 NDAയുടെ സ്ഥാനാർത്ഥിയാണ്. 2020 പക്ഷെ 2020 വന്നപ്പോ ഇവിടെ ഒരു നല്ലൊരു ടൈറ്റ് ഫൈറ്റ് വന്നു. മാത്രമല്ല നേരത്തെ 2020 NDAയിലേക്കും പ്രവേശനം നടത്തിയപ്പോ കുറച്ച് ആളുകൾ മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അടക്കമുള്ളവർ മാറി വരാം. അതിൽ നിന്ന് 2020 വന്നപ്പോ NDAയിൽ കയറിയപ്പോ മാറിയതാ. പക്ഷെ ഞങ്ങൾ പിന്നീട് എന്തുകൊണ്ട് 2020 NDAയിലേക്ക് കയറി എന്നുള്ള വിശദീകരണ യോഗം ഞങ്ങളുടെ വീട്ടിൽ വന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുന്നു അവര്. അപ്പൊ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഞങ്ങൾ 2020 ഈ NDA എന്ന ഭാഗമായിട്ട് ഞങ്ങൾ നിൽക്കുന്നതാണ്. ഇത്തവണ അവിടെ ബാബു ദിവാകരനായിരുന്നില്ലേ? ബാബു ദിവാകരൻ ജയിക്കും എന്താ തോന്നുന്നു? ജയിക്കും. ഒരു നല്ലൊരു ചാൻസ് ഉണ്ട്. ഒരു നല്ലൊരു മത്സരമുണ്ട്. അതിനൊരു സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. കാരണം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ഒരു BJP എന്ന തൊട്ടുകൂടായ്മ ക്രിസ്ത്യൻസിന്റെ ഇടയ്ക്ക് മധ്യ കേരളത്തിൽ മാറിയിട്ടുണ്ട്. ശരി, അപ്പോൾ വളരെ നന്ദി. അപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒന്നുകൂടി ഞാൻ വിളിക്കാം, എന്താണ് അതിൻ്റെ റിസൾട്ട് അനാലിസിസിന്. ഓക്കെ, ജോമോൻ എന്നോടൊപ്പം ചേരുന്നു കോട്ടയത്ത് നിന്നാണ്. ജോമോൻ, കോട്ടയത്ത് എവിടെയാ? ഓക്കെ, യെസ്, ഞാൻ ജോമോനിലേക്ക് മടങ്ങി വരാം. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ വീണ്ടും ചില പ്രേക്ഷകർ എന്നോട് പലതും ഒക്കെ പറയുന്നുണ്ട്. ചാത്തന്നൂർ BJP ജയിച്ചാൽ ബിനോയ് ഈ തള്ളു പരിപാടി നിർത്തുമെന്ന്. ശരി നോക്കാം. ബിനോയ് അങ്ങനെ തള്ളുന്ന ആളല്ല കേട്ടോ. രാജ്യം മുഴുവൻ നടന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നയാളാണ് ബിനോയ്. പറയുന്നതിൽ പലപ്പോഴും അത് ശരിയാകാറുണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഏതായാലും കൃഷ്ണദാസ് എന്നോട് പറയുന്നത് ശരിക്കും ഡീൽ കോൺഗ്രസും CPM തമ്മിലാണെന്നതിൻ്റെ തെളിവാണ് ഹൈക്കോടതി പറഞ്ഞിട്ട് INTUC നേതാവിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ പ്രമോദ് നാണു എന്നോട് പറയുന്നു ലീഗിന് 2 ഉപമുഖ്യമന്ത്രിമാരെ കൊടുക്കണമെന്ന്. ഓക്കെ, അപ്പോൾ AK കൃഷ്ണൻകുട്ടിയുണ്ട്. അപ്പോൾ ജയകുമാറൊക്കെ ഇതിൻ്റെ പട്ടിക തന്നെ തയ്യാറായി കഴിഞ്ഞിട്ട് LDFന് 109 സീറ്റാണ് ജയകുമാർ പ്രവചിക്കുന്നത്. BJP 17 സീറ്റ് ജയിക്കും. കോൺഗ്രസ് 14. ഇതെന്ത് കണക്കാണെന്ന് എനിക്ക് മനസ്സിലില്ല. ഓക്കെ, അത് എനിക്ക് തോന്നുന്നില്ല അത് ശരിയാണ്. അപ്പോൾ UDFന് 103 സീറ്റ് കിട്ടുമെന്നാണ് എന്നോട് സോജോ പറയുന്നത്. അപ്പോൾ രാജൻ തൃശ്ശൂരിൽ നിന്നുണ്ട്. ശ്രീ രാജൻ, കേൾക്കാം. നമസ്കാരം. അപ്പോൾ ഈ തൃശ്ശൂർക്കാർ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു. അത് ഇവർ മറന്നുപോയ BJPക്കൊപ്പം നിൽക്കുന്നില്ല എന്ന് ഷോൺ ആക്ഷേപിക്കുമ്പോൾ എന്താണ് അത് നൽകുന്നൊരു സന്ദേശം? അല്ല, അതിലിപ്പോ പറയാനാണ് തൃശ്ശൂർക്കാർക്ക് ഒരു അബദ്ധം പറ്റി എന്നതിൽ പാതി പറയാം. പാതി എന്താ പറഞ്ഞാൽ 1-2 പ്രാവശ്യമില്ല എന്നങ്ങോട്ട് കടന്നു പോകട്ടെ എന്നൊക്കെ പ്രതീക്ഷിച്ച് അങ്ങനെ ഗോപിനെ വിട്ടപ്പോ അതിന്റെ അനുഭവങ്ങളൊക്കെ മനസ്സിലായി. കാരണം കേന്ദ്രമന്ത്രിയായിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത്, ഇവരൊക്കെ പോയിട്ട് എന്താണ് ചെയ്യണ്? ഇനിയിപ്പോ ഷോൺ ജോർജ്, PC ജോർജ് ഇവരൊക്കെ പോയിട്ട് കേരളത്തിന് എന്താ ഗുണം? ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ BJP വരുന്നോണ്ട് ആർക്കെങ്കിലും എതിർക്കാൻ പറ്റും? ജനങ്ങൾ തീരുമാനിക്കുകയാണ്. BJPയുടെ MLA ഉണ്ടാവട്ടെ തീരുമാനിച്ചാൽ ആർക്കെങ്കിലും തടയാൻ പറ്റൂ? പക്ഷെ അവര് വരുന്നോണ്ടല്ല, മറ്റുള്ള സംസ്ഥാനങ്ങളുടെ പോലെ വർഗീയതയും വർഗീയ വിഷമൊന്നും തുപ്പിക്കഴിഞ്ഞാൽ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം.
ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടത് കണ്ടില്ലേ, ശോഭാ സുരേന്ദ്രന്റെ സംസാരം ഒരു പയ്യനോട് സംസാരിക്കുന്നത് അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഇതൊക്കെയാണ് പ്രശ്നം. ഇപ്പോ എന്റെ ഒരു കാഴ്ചപ്പാട് പറയാലോ, കേരളത്തില് BJPക്ക് ഒരു പക്ഷേ ഒരു 2 സീറ്റ്, അതൊരു പക്ഷേ ഇന്നുള്ളൂ കേട്ടോ, ഒരു 10% ഇന്നുള്ളൂ, അത്രേനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പൈസ കൊടുത്തതായാലും കിറ്റ് കൊടുത്തായാലും മലയാളികളെ തീരെ മോശക്കാരൊന്നുമില്ല, മേടിച്ചവരെന്തോട്ടെ. അപ്പൊ 2 സീറ്റ് എന്ന് പറയുന്നത് എവിടെ, നിയമവും കണക്കൂട്ടുവാണോ? നിയമം ചെറിയൊരു കാഴ്ചപ്പാടുണ്ട്. ശരി, അപ്പൊ നോക്കാം, നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഇതൊന്ന് വിശകലനം ചെയ്യാം. അതെ 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 അതെ, എന്തായാലും വർഗീയത വരാതിരിക്കട്ടെ. അപ്പൊ നമുക്ക് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മോഹനൻ മുംബൈയിൽ നിന്ന്, ശ്രീ മോഹൻ മുംബൈയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഹലോ, മുംബൈയിൽ നിന്നാണ് വിളിക്കുന്നത്? അതെ അതെ, മുംബൈയിൽ നിന്നാണ് വിളിക്കുന്നത്. മുംബൈയിൽ എവിടെയായിരുന്നു സ്ഥലം? ഞാൻ കല്യാൺ. ആ, ഓക്കെ. അപ്പൊ എന്താണ് അങ്ങക്ക് ഈ ഇവിടുത്തെ ഈ തർക്കമൊക്കെ കേൾക്കുന്നുണ്ടോ ശ്രീ ഷോൺ ജോർജിന്റെയും? വളരെ സന്തോഷം. ഹലോ, കേൾക്കാം. ഷോൺ ജോർജ് തീർച്ചയായിട്ടും ജയിച്ചിരിക്കും. ജയിക്കും? അങ്ങയുടെ നാട്ടിലെ സ്ഥലം എവിടെയാ? എന്റെ പാലക്കാടാണ്. അപ്പൊ ഞാൻ വെച്ചു പാലയിലാണ്. പാലക്കാട് അല്ലല്ല, പാലക്കാട്. പാലക്കാട് എവിടെ? ഹലോ, പാലക്കാട് തന്നെ, ടൗൺ, പ്രോപ്പർ പാലക്കാട് ടൗണിലാണ്. ശോഭാ സുരേന്ദ്രന്റെ നാട്ടിലാണ്. ശോഭാ സുരേന്ദ്രൻ നാട് അവിടെയല്ല, അവര് കുന്നംകുളത്തോ അവിടെ നിൽക്കുന്നത്, അവിടെ അല്ലേ മത്സരിക്കുന്നത്? മത്സരിക്കുന്നത്. അപ്പൊ അങ്ങ് പാലക്കാട് നഗരത്തിലുള്ള ആളാണ്. നഗരത്തിൽ എന്ന് വെച്ചാൽ സുൽത്താൻപേട്ടയാണോ? അല്ലല്ല, പാലക്കാട് നൂറിനി സൈഡില്. നൂറണി. മേലാമുറി നൂറിനി. എനിക്കറിയാം. നൂറണി എന്നുള്ള പേര് എങ്ങനെയാ നൂറണിക്ക് വന്നതെന്ന് ശ്രീ മോഹൻ അറിയാമോ? അത് പൂർവികർ ചെയ്തതാണ്. നമുക്ക് നമ്മുടെ ഒരുപാട് 1000-600 കൊല്ലത്തിന് മുമ്പിലുള്ള ആൾക്കാർ ചെയ്തതാണ്, നമുക്കറിയില്ല. അതെ, അത് ഞാനതിനെ പറ്റി ഒന്ന് അന്വേഷിച്ചിരുന്നു കേട്ടോ. 100 ഉണ്ണികളുള്ള ഒരു മന അവിടെ ഉണ്ടായിരുന്നുവെന്നും അങ്ങനെ ഒരു കഥ, അത് സത്യമല്ല അല്ലെ? അത് എനിക്കറിയില്ല. അങ്ങനെ ഒരു കഥ എന്നാലും ഉണ്ട് കേട്ടോ. പറഞ്ഞ കാര്യം ഷോൺ ജോർജ് ജയിക്കും. പുള്ളിക്കാരൻ പറഞ്ഞ 100% ശരിയല്ലേ സാറേ? ആണോ? നമ്മുടെ രാജ്യത്ത് ഇത്രയും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ അത് ക്ലിയർ ആയിട്ടിരിക്കണം പറയുന്നത് ശരിയല്ലേ? സഭ ഞങ്ങളെ വേണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണ്ട അല്ലേ? 100% അതല്ലേ ശരി. അതിന്റെ കാര്യം പുള്ളിക്കാരൻ പറഞ്ഞ എന്താ തെറ്റത്? അങ്ങനെ തന്നെ വേണം. രണ്ടാമത്, ഹലോ, ഞാൻ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ തെറ്റായിട്ട് എടുക്കരുത്. ഞാൻ തെറ്റായി തന്നെ എടുക്കും. എനിക്ക് അങ്ങനെ ശരിയായി പറഞ്ഞാലേ ഞാൻ ശരിയായി എടുക്കുള്ളൂ. നിങ്ങളല്ല ഞാൻ പറഞ്ഞത്, പത്രക്കാർ പൊതുവെ നമ്മൾ നേരോടെ ഇരിക്കണം. നിങ്ങള് മൊത്തമായിട്ട് നിങ്ങൾ കോൺഗ്രസിനെയും മറ്റുള്ളവരെയാണ് ജാസ്തി സപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെ മുഴുവൻ പത്രക്കാരും കോൺഗ്രസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതെ, 100%. ആ ശോഭാ സുരേന്ദ്രന്റെ കാര്യം അന്ന് നിങ്ങൾ എത്രത്തോളം കാണിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സത്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. പുള്ളിക്കാരി പൈസ കൊടുത്ത് നിങ്ങൾ കണ്ടുവോ? അവര് ബസ്സിൽ കാറിൽ കയറുന്നത് കാണിച്ചില്ല, അവരുടെ മുഖം കാണിച്ചില്ല. എന്തിനാ കാണിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? അതെ, ഞങ്ങൾക്ക് അതുകൊണ്ട് ഇങ്ങനെ ഒരാളെ ഇല്ലാത്ത ഒരു വ്യാജ കഥ ഉണ്ടാക്കി പറഞ്ഞാൽ വല്ലാത്ത സന്തോഷം കിട്ടുന്നത്. ഞങ്ങൾക്കിത് എനിക്ക് ഇതൊക്കെ പറയാനുള്ളത്, നമ്മളൊരു തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. നിങ്ങൾ പറയുന്നത് നല്ലോണം കേട്ടത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത്തരം കഥകളൊക്കെ നമ്മൾ ഈ പൊതുവേദിയിൽ വന്ന് അടിക്കുമ്പോൾ കുറച്ചൊക്കെ അതിൽ ജനങ്ങൾ വിശ്വസിക്കുന്ന എന്തെങ്കിലുമൊക്കെ എലമെന്റ് ഉണ്ടെങ്കിൽ നമുക്കത് അതൊക്കെ ജനം കേട്ടിരിക്കും. അങ്ങക്ക് ഒരുപക്ഷെ ഒരു പാർട്ടിയോട് വലിയ താല്പര്യം ഉണ്ടെങ്കിൽ അത് അങ്ങക്ക് മാത്രമുള്ള ഒരു പ്രശ്നമാണ്. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് ഒരൊറ്റ താല്പര്യമേ ഉള്ളൂ, അത് സത്യസന്ധമായി തെരഞ്ഞെടുപ്പ് നടക്കണം. ആളുകൾക്ക് പണം കൊണ്ടു കൊടുക്കുന്നത് നല്ലൊരു രീതിയല്ല. അതേതായാലും പോലീസ് അന്വേഷിക്കട്ടെ, അതിന്റെ സത്യം പുറത്തു വരട്ടെ. ഒരു പാവപ്പെട്ട വൃദ്ധ മാതാവാണ് അവിടെ ഉണ്ടായിരുന്നത്. അവര് ഒരുപക്ഷെ പണം ചോദിച്ചു കാണും. ഈ മുംബൈയിൽ നിന്ന് വന്ന ഒരു സ്ത്രീ ഇവരുടെ പ്രചരണ പരിപാടിയുടെ ഭാഗമായി അവിടെ വന്നു എന്നും അവര് ഈ പൈസ കൊടുക്കാൻ പോയത് എന്താണെന്നും ഒക്കെയുള്ള ചിത്രങ്ങൾ പതുക്കെ വരികയാണ്. അപ്പൊ അത് അത്ര എളുപ്പത്തിൽ ഞങ്ങൾ എന്തോ പത്രക്കാരുണ്ടാക്കിയ ഒരു തിരക്കഥയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊഴിയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ ഒരു ആരോപണം അവിടെ ഉണ്ട്. ആ ആരോപണത്തിന് അന്വേഷണം നടക്കട്ടെ.
അതിന് തെളിവ് വരട്ടെ. ഞങ്ങളായിട്ടുണ്ടാക്കിയ ഒരു കഥയല്ല, അത് കോൺഗ്രസും ഒക്കെ കൊണ്ടുവന്ന ഒരു ആരോപണമാണല്ലോ. അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ ആ വാർത്ത എന്തായാലും മുക്കും ഞങ്ങൾ എന്ന് അങ്ങ് പ്രതീക്ഷിക്കേണ്ട. അത് ഞങ്ങൾ അത് കൊടുക്കും. ആ വാർത്തയിൽ സത്യമുണ്ടെങ്കിൽ സത്യം പുറത്തു വരട്ടെ. അല്ല, അത് ഒരു വ്യാജ കഥയാണെങ്കിൽ ആ വ്യാജ കഥയ്ക്കുള്ള നിയമ നടപടികൾ അങ്ങനെ നടക്കട്ടെ. ആരാണ് അങ്ങനെ ഒരു വ്യാജ കഥ ഉണ്ടാക്കിയതെങ്കിൽ ആ വ്യാജ കഥ ഉണ്ടാക്കിയാൽ പിടിക്കപ്പെടട്ടെ. പക്ഷേ ഇത് ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ ആ ആരോപണം കൊടുത്തിരിക്കും. അത് അങ്ങ് ഇത് ഞാൻ പറയുമ്പോൾ ഇതിങ്ങനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ഇത് എനിക്ക് വേണമെങ്കിൽ അങ്ങയുടെ മൈക്ക് ഓഫ് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ അത് ഞാൻ കാണിക്കുന്ന ഒരു ജനാധിപത്യ ബോധമാണ്. അത് അങ്ങ് കൂടി കാണിക്കണം. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ശാന്തമായി പോയി മത്സരിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും നല്ല മാർഗം. അത് അങ്ങ് കൂടി എല്ലാവരെയും അങ്ങേ ബന്ധപ്പെട്ട ആളുകളാണെങ്കിൽ ഒന്ന് ഉപദേശിച്ചാൽ നന്നായിരിക്കും. അങ്ങക്ക് ഒരു തോന്നലുണ്ട്, ഇങ്ങനെ മാധ്യമങ്ങളെയൊക്കെ അങ്ങ് വിളിച്ചു വരുത്തി എന്തെങ്കിലുമൊക്കെ 4 തർക്കുത്തരം പറഞ്ഞാൽ അവരെ ഇതൊക്കെ നിർത്തി അങ്ങ് പൊക്കോളും എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തെറ്റാണ്. വിവാദങ്ങൾ ഉണ്ടെങ്കിൽ വിവാദങ്ങൾ വാർത്തയാകും. വാർത്തയെ ചൊല്ലിയുള്ള അതിൽ മറുപടിയും വരേണ്ടി വരും. ഓക്കെ, എനിക്ക് അങ്ങനെ ആരോടും പ്രത്യേകിച്ച് ഒരു മമതയില്ല. എനിക്ക് ആ ശോഭാ സുരേന്ദ്രനായാലും NMR റസാഖ് ആയാലും അല്ലെങ്കിൽ അവർക്കെതിരെ മത്സരിക്കുന്ന പിഷാരടി ആയാലും എനിക്കതെല്ലാം ഒരുപോലെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഈ വിഷയം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഷോൺ പറഞ്ഞത് ശരിയാണോ എന്ന്. ഏതായാലും അത് ഒരു 50-50 എന്ന നിലയിലുള്ളൊരു കണക്കാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇവിടെ ഒരു ചോദ്യം ഉയരുകയാണ്. മതനേതാക്കളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഏത് അറ്റം വരെ പോകാം എന്നതാണ് അതിലെ പ്രധാന ചോദ്യം. ജനാധിപത്യത്തിൽ ഓരോ വിഭാഗത്തിനും മതസ്ഥാപനങ്ങൾക്കും ഒക്കെ അവരുടേതായ ആശങ്കകൾ പങ്കുവയ്ക്കാം, ആവശ്യങ്ങൾ തുറന്നു പറയാം. അതിന് അവർക്ക് എല്ലാവിധ അവകാശങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അത് അനിവാര്യവുമാണ്. ആ ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം തെരഞ്ഞെടുപ്പാണ് എന്നതിൽ തർക്കമില്ല. പക്ഷേ നേരിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ, വിശ്വാസത്തിൻ്റെ ഇടപെടലുകൾ അതൊക്കെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കുമോ എന്ന സംശയം ഉയരുകയാണ്. അതിനാൽ മതനേതാക്കൾ രാഷ്ട്രീയത്തിൽ നിന്ന് ദൂരപരിധി പാലിക്കണോ എന്ന ചിന്തയും വലിയ തോതിൽ ശക്തമാവുകയാണ്. വിശ്വാസവും രാഷ്ട്രീയവും തമ്മിൽ ഒരു സന്തുലിത അവസ്ഥ കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. മതം മാർഗനിർദ്ദേശം നൽകട്ടെ, ജനാധിപത്യം ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.